Debate with Dr. Arun Kumar. അൻവർ കൊളുത്തിയ തീയിൽ KT ജലീൽ എണ്ണയൊഴിച്ചില്ല. പക്ഷേ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കത്തിപ്പടരുകയാണ്. ADGPക്ക് പൂരം നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ബോധ്യമായി. സംഘപരിവാർ ഇടപെടലും വ്യക്തമായി. കലക്കിയതിൽ രാഷ്ട്രീയമുണ്ടെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അൻവറും പ്രതിപക്ഷവും ആവർത്തിച്ചാവശ്യപ്പെടുകയാണ്. പക്ഷേ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഈ നിമിഷവും മാറ്റാതെ പൂരം കലക്കിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. അൻവർ ചോദിച്ചതൊക്കെ ശരിയായി വരുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് CPI നേതാവ് ബിനോയ് വിശ്വത്തിന് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിരിക്കുന്നുവത്രേ. ഇത് അൻവറിന് ആദ്യം ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ, ഈ പിടിവാശി മുഖ്യമന്ത്രി കാട്ടാതിരുന്നുവെങ്കിൽ അൻവർ ഒരു കൊടുങ്കാറ്റായി അടിത്തറ ഇളക്കുമായിരുന്നു. അൻവർ രൂപീകരിക്കുന്ന യുവജനതയുടെ പാർട്ടി ആരുടെ അടിത്തറയാണ് ഇളക്കുക? അൻവർ ഉയർത്തിയ കൊടുങ്കാറ്റിനെ വർഗീയവാദ ചാപ്പകുത്തി പ്രതിരോധിക്കാനാകുമോ? കുട്ടി പുറത്തായിട്ടും ചോദ്യങ്ങൾ മാസ്റ്ററിന്റെ ഉറക്കം കെടുത്തുന്നു. അടിത്തറ ഇളക്കിയോ അൻവർ എന്നാണ് ചോദ്യം. അതിഥികളായി കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ, CPM പ്രതിനിധി അഡ്വക്കേറ്റ് A റഹീം, BJP പ്രതിനിധി അഡ്വക്കേറ്റ് S സുരേഷ് എന്നിവരാണ്. ആദ്യം രാജു പി നായരിലേക്ക്. രാജു പി നായർ, ഇനിയിപ്പോൾ അൻവറിൻ്റെ കൊടുങ്കാറ്റിനോടൊപ്പം KT ജലീൽ തോണി ഇറക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെടിവെച്ചു കൊന്നാൽ പോലും മുഖ്യമന്ത്രിക്കെതിരെയും CPM-നെതിരെയും പറയില്ല എന്ന് KT ജലീൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ അൻവർ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് CPM-ൻ്റെയോ ഇടതു സഹയാത്രികരുടെയോ കൂടുതൽ പിന്തുണ കിട്ടുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി അൻവർ രൂപീകരിക്കാൻ പോകുന്ന പാർട്ടി ആരുടെ അടിത്തറ വിളക്കുമെന്നാണ് രാജു പി നായർ കണക്കാക്കുന്നത്? മാത്രവുമല്ല, ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് CPIക്ക് അല്പസമയം മുമ്പ് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. റിപ്പോർട്ട് കിട്ടിയാലുടൻ ആ തീരുമാനമുണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷമുയർത്തുന്ന ഈ വലിയ പ്രതിഷേധം എല്ലാം അസ്ഥാനത്താകുമോ? അൻവറിന്റെ കൊടുങ്കാറ്റ് ഇളങ്കാറ്റായി മാറുമോ? അൻവർ കൊടുങ്കാറ്റാണെന്നൊക്കെ പറയുന്നത് അല്പം കടത്തിയുള്ള വായനയായി പോകുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, അൻവർ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അൻവർ പറഞ്ഞപ്പോഴാണോ ഈ വിഷയം നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്? അതിന് ഏകദേശം 1 വർഷം മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാവ് PK നവാസ് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി ഈ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതല്ലേ? അന്ന് അൻവറിന് എവിടെയായിരുന്നു? ഈ വിഷയങ്ങളൊക്കെ അൻവറിന്റെ ശ്രദ്ധയിൽ വന്നല്ലോ. അഴിമതിക്കെതിരെയും അല്ലെങ്കിൽ പോലീസിനകത്തുള്ള ഈ ക്രിമിനൽ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം അൻവർ എന്തായിരുന്നു 1.5 വർഷം ഫ്രീസറിനകത്ത് വെച്ചിരുന്നത്? അപ്പൊ ഇവര് തട്ടിപ്പ് സംഘങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. തട്ടിപ്പുകൾ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തട്ടിപ്പ് ഇടയ്ക്ക് പൊളിയുമ്പോൾ പരസ്പരം ഇത് ഇപ്പൊ മുംബൈയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഛോട്ടാ ഷക്കീലും അത് തന്നെ ഛോട്ടാ രാജനും അത് തന്നെ ദാവൂദ് ഇബ്രാഹിമും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഇഷ്യൂ ഒക്കെ നമുക്കറിയാലോ. അത്തരത്തിലാണ് ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുക. ഇവർ ഒരുമിച്ച് ഇപ്പൊ ഈ അൻവറിന് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിക്ക് അൻവറിനെയും തമ്മിൽ പറയാൻ കഴിയാവുന്ന കാര്യം വെച്ചാല് രണ്ടുപേരും ചെയ്തിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ രണ്ടുപേരുടെ കയ്യിലുണ്ട്. പിണറായിക്ക് ഈ പറയുന്ന പത്രസമ്മേളനങ്ങളിൽ നിന്ന് ഗ്വാ വിളിക്കാം എന്നല്ലാണ്ട് അൻവറിനെതിരെ കടുത്തൊരു നിയമത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അൻവറിനെ കൊണ്ട് ചെയ്യിച്ച ഗൂഢനീക്കങ്ങൾ മുഴുവൻ അൻവറിന്റെ കയ്യിലുണ്ട്. ഇനി തിരിച്ചും അതുപോലെ തന്നെയാണ്. അപ്പൊ ഇത് ഒരു എന്താ പറയാ, ഈ രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടിയിട്ടുള്ള ചില കളികൾക്കപ്പുറം ഇതിനകത്ത് വലിയ ആയുസ്സൊന്നുമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നേരത്തെ അരുൺകുമാർ പറഞ്ഞ മാതിരി ചോദ്യകർത്താവിനെ പുറത്താക്കിയെങ്കിലും ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് 1.5 വർഷമായിട്ട് നിൽക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഗോവിന്ദൻ മാഷ് എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏത് സ്കൂളിൽ അധ്യാപകനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും വലിയ ഒന്നും വേണ്ട. ഞാനും അരുണും എല്ലാം 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് പോലും പഠിച്ചു തുടങ്ങുന്നതാണ്. ഒരു നുണ പറഞ്ഞാൽ ആ നുണയെ മറക്കാൻ 1000 നുണ പറയേണ്ടി വരും എന്നുള്ളത്. ഗോവിന്ദൻ മാഷ് പറ്റുമെങ്കിൽ ഈ അവസാന കാലത്ത് അല്ലെങ്കിൽ ഈ സായം സന്ധ്യാകാലത്തെങ്കിലും മുഖ്യമന്ത്രിയെ അതൊന്ന് പറഞ്ഞു കൊടുക്കണം. 5ാം ക്ലാസ്സിൽ പഠിച്ച ആ പഴഞ്ചൊല്ലൊന്ന് പറഞ്ഞു കൊടുപ്പിക്കണം. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞ് സ്വയം കെട്ടുപിണഞ്ഞ അപമാനിതനായി നിൽക്കുകയല്ലേ പിണറായി വിജയൻ? ഒന്ന് ആലോചിച്ച് നോക്കുക അരുൺകുമാറെ, നമ്മുടെയൊക്കെ അവസ്ഥ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനകത്ത് ആരെന്നറിയാത്തവർ, വാർത്താ സമ്മേളനമല്ല,
ഒരു ഇന്റർവ്യൂവറും മുഖ്യമന്ത്രിയും മാത്രമുള്ള, വേണമെങ്കിൽ ഒരു പ്രിന്റ് മീഡിയ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ക്യാമറമാൻ മാത്രം അനുമതി കൊടുക്കുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ ആരുപോലും അറിയാത്ത ആൾ കയറി ചെന്നിരിക്കുകയാണ്. നമുക്കറിയില്ല, അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നാ പറയുന്നത്. സെൽഫി എടുക്കാൻ വന്ന ഒരു പാവം പയ്യന്റെ അവസ്ഥ എന്തായിരുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഒരു അപരിചിതന് കയറി ചെല്ലാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയം മാറി എന്ന് എനിക്കും അരുൺകുമാറിനും വിശ്വസിക്കാൻ കഴിയുമോ? ഇനി നോക്കൂ, മുഖ്യമന്ത്രി ഈ നിഷേധിച്ച കാര്യമുണ്ടല്ലോ, ഹിന്ദു പത്രത്തിൽ വന്നത് താനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് നിഷേധിച്ച കാര്യം, ആ നിഷേധിച്ച കാര്യം ടി കെ ദേവകുമാർ എന്ന് പറയുന്ന CPM മുൻ MLA അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലേ? എപ്പോഴാ? മലപ്പുറത്തെ പറഞ്ഞ കണക്കുകൾ മുഴുവൻ പിണറായി വിജയനെ എതിരെ അവിടെ ഈ സ്വർണ്ണ തട്ടിപ്പുകാരുടെ ഒരു വലിയ ഭീകര രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഏർപ്പെട്ടവർ പിണറായി വിജയനെതിരെ തിരിയുന്നു, ഞങ്ങൾ പിണറായി വിജയനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ദേവകുമാർ ഇതിനു മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ടായിരുന്നു. അതേ വാചകങ്ങളും അല്ലെങ്കിൽ അതേ ആശയവുമാണല്ലോ അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യൻ ഈ വാർത്തയിൽ കൊണ്ടുവന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ PR ഒന്നുമില്ല, പക്ഷെ സുബ്രഹ്മണ്യൻ അകത്തു വന്നു, പിന്നെ ഞാൻ അറിയാത്ത ഒരാളും അകത്തു വന്നു. എന്തൊക്കെ പച്ച കള്ളങ്ങളാണ് വിളിച്ചു പറയുന്നത്. സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്ത വാദങ്ങളാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല എന്ന് മനസ്സിലാക്കണ്ടേ? പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വത്സൻ തില്ലങ്കേരിയെ വയനാട് വെച്ച് കണ്ടു. ഇപ്പൊ വയനാട് പറയുന്ന വത്സൻ തില്ലങ്കേരി പറയുന്നത് അവിടുത്തെ സേവാഭാരതിയുടെ ആംബുലൻസിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അരുൺകുമാറെ, ഞാനൊന്ന് ചോദിക്കട്ടെ, CPM ആ മീറ്റിംഗ് അറിഞ്ഞിരുന്നു, അത് മുഖ്യമന്ത്രിയെ പാർട്ടിയെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. സേവാഭാരതിയുടെ ആംബുലൻസുകൾ വയനാട് രക്ഷാപ്രവർത്തനത്തിന് കടന്നു ചെല്ലാൻ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിബന്ധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് വത്സൻ തില്ലങ്കേരി ADGP അജിത് കുമാറിനെ കണ്ട് അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ BJP അതൊരു വാർത്തയാക്കില്ല എന്ന് അരുൺകുമാറിനോ എനിക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സാമാന്യ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയുമോ? BJP അപ്പം തന്നെ പറയുമല്ലോ, CPI നേതാവിന് ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം പറഞ്ഞത്. അല്ലെ, എത്രയോ ഉറപ്പ്? അജിത് കുമാറിനെതിരെ ഇപ്പൊ എത്ര ആരോപണങ്ങളുണ്ട്? ആരോപണങ്ങളുണ്ട് രാജു പി നായർ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ഒരു MLA ആരോപണം ഉന്നയിച്ചാൽ ADGP മാറ്റുമോ? ഇതിന്റെ സംവിധാനം ഇവിടെ നിയമവാഴ്ചയില്ലെന്ന് നിങ്ങൾ തന്നെ ചോദിക്കില്ലേ? ഒരു റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ADGP മാറ്റുന്നതല്ലേ ഭരണപരമായ യുക്തി? ശരി അരുൺകുമാറെ, ADGP അജിത് കുമാറിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കുറെ അധികം ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് പറയുന്നിടത്ത് നിൽക്കട്ടെ, ഈ പൈസ മേടിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ADGP അജിത് കുമാർ, ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാർ ഈ RSSന്റെ 2 നേതാക്കന്മാരെ കണ്ടു എന്നുള്ളത് 1.5 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയല്ലോ, ഇല്ലേ? ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇന്ന് ജയകുമാറിന് നോട്ടീസ് കൊടുത്തു എന്നാ പറയുന്നത്, RSSന്റെ നേതാവിന്. ഞാനൊന്ന് വാദത്തിന് വേണ്ടി ചോദിക്കട്ടെ, RSSന്റെ നേതാവ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജയകുമാർ ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരനാണ്. ആ സാധാരണ പൗരൻ ADGP അജിത് കുമാറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിന് ഒരു നോട്ടീസ് കൊടുക്കാൻ അവകാശമുണ്ടോ? കോടതിയിൽ ഏതെങ്കിലും കോടതിയിൽ നിൽക്കുവോ? അവിടെ ചെയ്യേണ്ടത് എന്താ? 1.5 വർഷമായിട്ട് ADGP അജിത് കുമാർ RSSന്റെ 2 നേതാക്കന്മാരെ കണ്ടു എന്ന് പറയുന്നിടത്ത് IPSഉം IASഉം ഉൾപ്പെടെ ഗവൺമെന്റിന്റെ കീ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചട്ടപ്രകാരം അത്തരത്തിലുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ പോലും സർക്കാരിന്റെ അനുമതിയോടുകൂടി വേണം എന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന 1.5 വർഷം ഈ റിപ്പോർട്ട് മേടിച്ചു വെച്ച മുഖ്യമന്ത്രി ആദ്യം ചോദിക്കേണ്ടത് ജയകുമാറിനാണോ അല്ലെങ്കിൽ തനിക്ക് അധികാരമുള്ള അജിത് കുമാറിനാണോ? അല്ല, അജിത് കുമാറിനോട് ചോദിച്ചുവെന്നും DGP ആ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു, അതിന് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി എന്നാണ് രാജു പി നായർ. നിങ്ങൾ ഈ ധൃതി എന്തിനാണ് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി. ഒരു റിപ്പോർട്ട് ഇല്ലാതെ ആരോപണം ഉന്നയിച്ചു എന്നതിന്റെ പേരിൽ ആരെയും പുറത്താക്കില്ല എന്നാണ്. ഞാൻ പറയട്ടെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP RSSന്റെ ഈ 2 നേതാക്കന്മാരെ 10 ദിവസങ്ങളിൽ കണ്ടു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞത് VD സതീശൻ പറഞ്ഞപ്പോഴല്ലോ. അതിന് പിറ്റേ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തല്ലോ. ഈ സർക്കാരിന്റെ നയം വർഗീയതയ്ക്കും RSSന്റെ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള നയമാണെങ്കിൽ ഉദ്യോഗസ്ഥരോട് 15 സെക്കൻഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരോട് എക്സ്പ്ലനേഷൻ ചോദിച്ച് ഫയലിൽ വെക്കണ്ടേ? നിങ്ങൾ എന്തിനു പോയി കണ്ടു? വിശദീകരണം തരണം.
എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം? നിങ്ങൾ തമ്മിലുള്ള ഇടപെടൽ എന്തായിരുന്നു? രണ്ട് RSSന്റെ നേതാക്കന്മാരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോ പൂരം കൊലക്കലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആദ്യമായി അംഗീകരിച്ചിരിക്കുന്നു. സംഘപരിവാറുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട്. പൂരം അലങ്കോലമാക്കിയത് ആസൂത്രിതമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ്, സംഘപരിവാറിന് ഈ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ രീതിയിൽ പൂരം കലക്കൽ ആസൂത്രിതമായി നടത്തിയിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കാൻ പോകുന്നു. ത്രിതല അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും, മറ്റൊന്ന് ഇന്റലിജൻസ് മേധാവി അന്വേഷിക്കും, മറ്റൊന്ന് അന്വേഷിക്കുന്നത് DGP നേരിട്ടാണ്. RSSുമായി സംഭാഷണം നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്യും. തൃശൂർ പൂരം കലക്കിയതിൽ സംഘപരിവാറിന് ബന്ധമുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം നിങ്ങളെ വിരളി പിടിപ്പിക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് സുരേഷ്, കാര്യങ്ങളൊക്കെ പുറത്തു വരുമോ? ശ്രീ അരുൺകുമാർ, കേരളത്തിൽ BJP 20% വോട്ട് നേടിയതും ശ്രീ സുരേഷ് ഗോപി ജാതിമത വ്യത്യാസമന്യേ 75,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചതുമൊക്കെ കേരളത്തിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷവും അപ്രസക്തമാകുന്ന പുതിയ രാഷ്ട്രീയ ദിശാസൂചികയാണ് എന്ന് നേരറിവും തിരിച്ചറിവും ബോധ്യവുമുള്ള കേരളീയന് ഇന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ പൂരം കലക്കിയാണ് സുരേഷ് ഗോപി ജയിച്ചത്, പൂരം കലക്കിയാണ് BJP കേരളത്തിൽ 20% വോട്ട് നേടിയത് എന്നൊക്കെ തട്ടിവിടുന്നത് ആരാ? ഒന്ന് കോൺഗ്രസ്സുകാർ. ഈ കോൺഗ്രസ്സുകാരോട് എനിക്ക് ദയയാണ് തോന്നുന്നത്. കാരണം അവിടെ ഒരു ചാവേറായിട്ടുള്ള മുരളീധരൻ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി 3ാം സ്ഥാനമായിട്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, BJPയെ തോൽപ്പിക്കാനായിട്ട് കോടികൾ വച്ചുകൊണ്ടിരിക്കുന്ന ആഗോള ശക്തികളുടെ പണം മാത്രം മതി എന്ന് വിചാരിച്ച് നേമത്തും അതിനുശേഷം തൃശ്ശൂരും ചെന്ന് ചാവേറായിട്ട് കേരള രാഷ്ട്രീയത്തിലെ ഒരു എന്താ പറയുക ഒരു എടുക്കാച്ചരക്കായി മാറിയ മുരളീധരന്റെ പാർട്ടിക്കാരാണ് പറയുന്നത്. എനിക്ക് ശ്രീ രാജുവിനോട് ചോദിക്കാനുള്ളത്, ശ്രീ രാജു, താങ്കളുടെ മുരളീധരൻ അവിടുത്തെ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെ മാറ്റിയത് ഈ പൂരം കലക്കാൻ അയാൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ആണോ എന്ന് ഈ രാജുവും മുരളീധരനും പറയണം. മുരളീധരൻ അവിടുത്തെ 650ഓളം വരുന്ന കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അവർ പൂരം കലക്കാൻ കൂട്ടുനിന്നത് കൊണ്ടാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. അവിടെ 1200 ബൂത്തുകളിലാണ് എൻ്റെ രാജു നിങ്ങളുടെ കോൺഗ്രസിന്റെ മുരളീധരൻ എന്ന് പറയുന്ന എടുക്കാച്ചരക്ക് 3ാം സ്ഥാനത്തായി പോയത്. എന്തിനു വേണ്ടിയാ? ഈ ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് കുതിച്ചുയരുന്ന സുരേഷ് ഗോപിയെയും BJPയെയും തോൽപ്പിക്കാൻ താൻ 3ാം സ്ഥാനമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നതിന്റെ പേരിലാണ്. അപ്പോ ഈ എടുക്കാച്ചരക്കുകളുടെ വക്താക്കൾ ഇവിടെ വന്നു നിന്ന് BJP അവിടെ ജയിച്ചത് ഈ പൂരം കലക്കിയാണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ആര് വിശ്വസിക്കാനാ, ആര് മനസ്സിലാക്കാനാ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. മറ്റൊരു കൂട്ടർ പറയുന്ന ആംബുലൻസിൽ ഈ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതിനകത്തൊരു സ്വാഭാവികതയുണ്ട്. അതാണ് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്കാ വരുന്നത് അരുൺകുമാർ അതിലേക്കാ വരുന്നത്. അർദ്ധരാത്രിയിൽ സുരേഷ് ഗോപി ആംബുലൻസിൽ അവിടേക്ക് വന്നു എന്നുള്ളതാണ് നമ്മുടെ സുനിൽകുമാറിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ രണ്ടാമനായിട്ടുള്ള റവന്യൂ മന്ത്രി രാജനും പിടികിട്ടാത്തത്. അതിന് കാരണം എന്തെന്നറിയോ? അർദ്ധരാത്രിയിൽ ഇതുപോലൊരു വിഷയം നടക്കുന്ന സമയത്ത് അവിടേക്ക് കിട്ടുന്ന വാഹനത്തിൽ കയറി വരാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം മാനസികമായിട്ടും അദ്ദേഹം കഴിച്ച ആഹാരവും ഒക്കെ അദ്ദേഹത്തിനെ അതിന് പ്രാപ്തനാക്കിയിരുന്നു. ആ സമയത്ത് തൃശൂർ ടൗണിൽ തന്നെ ഉണ്ടായിരുന്ന അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറിന് എന്തുകൊണ്ട് ഇതുപോലെ വരാൻ സാധിച്ചില്ല? തൃശൂർക്കാരനായിട്ടുള്ള മന്ത്രിക്ക് എന്തുകൊണ്ട് അർദ്ധരാത്രിയിൽ അങ്ങോട്ട് വരാൻ സാധിച്ചില്ല? അവരെ ആരാ തടഞ്ഞത്? മന്ത്രിക്ക് എന്തുകൊണ്ട് സ്റ്റേറ്റ് വണ്ടിയിൽ അങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല? മന്ത്രിയോടൊപ്പം എന്തുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായിരുന്ന സുനിൽകുമാറിന് ആ രാത്രി വരാൻ പറ്റിയില്ല? അവർക്ക് ആ രാത്രിയിൽ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങാൻ അവരെ പിന്നോട്ടടിപ്പിക്കുന്ന എന്തോ പ്രശ്നങ്ങൾ രാജുവിനും സുനിൽകുമാറിനും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു, അവിടുത്തെ കോൺഗ്രസ് നേതാവിനുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് ആ സ്ഥലത്തേ ഇല്ലായിരുന്നല്ലോ. പക്ഷേ സുരേഷ് ഗോപിക്ക് ഏത് പാതിരാത്രിക്കും ഏത് ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്കും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ആ രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ രാത്രിയിൽ അവിടെ എത്താൻ സാധിച്ചു. അവിടെ ഞാൻ ചോദിക്കുന്നു,
ആംബുലൻസിലല്ല, അദ്ദേഹം ഓട്ടോറിക്ഷയിലും വരും, ആംബുലൻസിലും വരും, ഹെലികോപ്റ്ററിലും വരും. ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി, ശ്രമിക്കുന്നു എന്ന് വന്നാൽ ആംബുലൻസ് ഒരു യാത്രാ വാഹനമല്ലല്ലോ. ഒന്നുകിൽ ആംബുലൻസ് പരിക്കേറ്റവരെയും കൊണ്ട് രോഗാതുരായ മനുഷ്യരെയും കൊണ്ട് പോകണം, ഇല്ലെങ്കിൽ ശവശരീരങ്ങളുമായി പോകണം. പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥി കൊണ്ടാണ് വന്നത് സേവാഭാരതി. ശ്രീ അരുൺ, അതെ, അത് വരും. കാരണം അവിടുത്തെ ആചാരങ്ങൾ ശബരിമലയെ നശിപ്പിച്ചതുപോലെ സുനിൽകുമാറിന്റെ CPIയുടെ തൃശ്ശൂരിലെ നേതാവും MLA-യുമായിട്ടുള്ള ബാലചന്ദ്രൻ എന്നോ പറയുന്ന ഒരു നേതാവുണ്ടല്ലോ, അയാള് സീതയെയും ശ്രീരാമനെയും അവഹേളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അവിടെ പൂരത്തിന് മുമ്പേ തന്നെ അവിടെ ഹിന്ദു വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചതുപോലെ, അതുപോലെ തന്നെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ചേർന്ന് ശബരിമല വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചതുപോലെ ആ തൃശ്ശൂരിലെ ഈ പൂരം കലക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള തൽപര കക്ഷികളും ഹിന്ദു വിരോധികളും അതോടൊപ്പം തന്നെ ഹിന്ദു ദേവീ ദേവന്മാരെ അപകീർത്തിപ്പെടുത്തുന്നവരും ഒരുമ്പെട്ട് വരുമെന്നറിഞ്ഞാൽ ഏത് വാഹനത്തിലും എങ്ങനെയും അവിടെ എത്താൻ സുരേഷ് ഗോപി ബാധ്യസ്ഥനാണ്. അദ്ദേഹം അങ്ങനെ തന്നെ എത്തി. ഇനി ആ ആംബുലൻസിൽ വന്നതിനെ കുറിച്ച് കേസെടുക്കാമെങ്കിൽ ശ്രീ അരുൺ അങ്ങൊരു പരാതി കൊടുത്ത് കേസെടുപ്പിച്ചോ. ഞങ്ങൾ സൗകര്യമുള്ളതിലൂടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നപ്പോ സംഘപരിവാർ ഇടപെടലുണ്ടെന്ന് മുഖ്യമന്ത്രി തുറന്നു പറയുന്നു. അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. റഹീമും നമുക്കൊപ്പം ചേരും. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും ശരിയാണെന്ന് സർക്കാരിന് വഴിയെ ബോധ്യപ്പെടുകയാണോ? ആദ്യം സുജിത് ദാസിനെ മാറ്റി. ഇപ്പോൾ ഇതാ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് ബിനോയ് വിശ്വത്തിന് ഉറപ്പ് നൽകിയെന്ന് ബിനോയ് വിശ്വം CPI എക്സിക്യൂട്ടീവിൽ പറയുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ പൂരവുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി പറഞ്ഞതുകൂടി കേൾക്കാം. പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം, കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക. അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിതമായ നീക്കം, അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെന്ന് പൂർണ്ണ ബോധ്യമുള്ളവ തന്നെ ബോധപൂർവം ഉന്നയിക്കുക, അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക, അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് റഹീം കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് റഹീം, അൻവർ ആരോപിച്ച ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാരിന് ബോധ്യപ്പെടുകയാണോ? സുജിത് ദാസുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ച ആരോപണം സർക്കാരിന് ബോധ്യപ്പെട്ടു, ഉടൻ തന്നെ നടപടിയുണ്ടായി, സസ്പെൻഷൻ. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ച ആരോപണം, പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം, അതിപ്പോൾ സർക്കാരിന് ബോധ്യമാവുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു പൂരം കലക്കാൻ ആസൂത്രിത ശ്രമം നടന്നു, അതിൽ സംഘപരിവാറിന്റെ ഇടപെടലുണ്ടായി, ADGPയുടെ അന്വേഷണം തൃപ്തികരമല്ല, ADGP സ്ഥലത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ഇടപെട്ടില്ല, DGP അടക്കം ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ബിനോയ് വിശ്വത്തോട് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു, ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റും. ഇത് നേരത്തെ അൻവറിന് ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കി ഇടതുമുന്നണിയുടെയും UDFന്റെയും ഒക്കെ അടിത്തറ ഇളക്കാൻ പര്യാപ്തമായ രാഷ്ട്രീയ നീക്കം നടത്തുമായിരുന്നോ? റഹീം, അങ്ങ് പറഞ്ഞതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒത്തിരി അവാസ്തവവും വസ്തുതാവിരുദ്ധവുമായ കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യത്തിലേക്ക് വരാം. ചരിത്രപരവും അതോടൊപ്പം തന്നെ വസ്തുതാപരമായും അങ്ങേപ്പോലൊരു പൊളിറ്റിക്സ് അധ്യാപകർ ഒരിക്കലും പറയാൻ സ്റ്റേറ്റ്മെൻറ്റാണ് എടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഇളക്കാൻ പാകമാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കം എന്ന് അങ്ങയെപ്പോലെ മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി, രാഷ്ട്രീയ അധ്യാപകൻ പറയാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, ആർക്കൈവ്സ് ഉണ്ടാവുമല്ലോ. നാളെ ആളുകൾ എടുത്തിട്ട് അൻവറിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഈ കമൻറ്റ് വെറുതെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മോശമാവില്ലേ? അതുകൊണ്ട് ഇത് തീരുന്നതിന് മുമ്പ് തിരുത്തി പറയുകയോ ഈ പറഞ്ഞ ഭാഗം അങ്ങ് തന്നെ അവരോട് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് മാറ്റുകയോ ചെയ്യുന്നത് ഉചിതമായിരിക്കും. അത് വസ്തുതാവിരുദ്ധമാണ്, ചരിത്രവിരുദ്ധമാണ്, യാഥാർത്ഥ്യബോധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്പർ 1. നമ്പർ 2, അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം, അൻവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായി ഇതാ തിരയുന്നു. അതിന് അങ്ങ് ആദ്യം പറഞ്ഞ ഒരു ക്രോണോളജിക്കൽ ഒന്നാമത് പറഞ്ഞ താങ്കൾ പറഞ്ഞത് സുജിത് ദാസിനെതിരായ ആരോപണം തെളിഞ്ഞു, അദ്ദേഹത്തെ മാറ്റി. തെറ്റാണ്, വസ്തുതാപരമായ തെറ്റാണ്. സുജിത് ദാസിനെതിരായ ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷണം തുടരുന്നേ ഉള്ളൂ. അത് വരുന്ന മുറയ്ക്ക് പുറത്താക്കേണ്ടതാണെങ്കിൽ പുറത്താക്കും, സസ്പെൻഡ് ആണെങ്കിൽ സസ്പെൻഡ് ചെയ്യും. അതിൻ്റെ നടപടി വഴിയേ വരികയുള്ളൂ. കാത്തിരിക്കുക. സുജിത് ദാസിനെതിരായ നടപടി വന്നത്
അല്ല, അതാ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച്. പറയട്ടെ, ഇടയ്ക്കറി വെടിവെക്കാതിരിക്കുക. അത് അദ്ദേഹത്തിനെതിരായ നടപടി എന്തെന്നാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന നടപടി അദ്ദേഹത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത വിധം അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു. ആ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ ആദ്യം പത്തനംതിട്ടയിൽ നിന്ന് ചുമതല മാറ്റി ആ നടപടികളിലേക്ക് കടന്നത്. അൻവർ ഉന്നയിച്ച പ്രശ്നത്തിൽ ഇത് നടക്കുന്നേ ഉള്ളെന്നാണ് ഞാൻ പറഞ്ഞത്. വരട്ടെ, അതാണ് അതിൻ്റെ വസ്തുതാപരമായ പിശകാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. വേറൊരു കാര്യം അങ്ങ് പറഞ്ഞത്, ഈ ADGP അജിത് കുമാറിന് മാറ്റുമെന്ന് CPIക്ക് ഉറപ്പ് നൽകി. അത് നിങ്ങൾ എവിടെ നിന്നാണ് കോട്ട് ചെയ്യുന്നത്? CPIയുടെ ഒരു പ്രതിനിധിയും ഇതുവരെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ഞാൻ കേട്ടില്ല, പത്രക്കുറിപ്പ് ഞാൻ കേട്ടില്ല. അപ്പോൾ നിങ്ങൾ അഭ്യൂഹങ്ങളിൽ നിന്ന് വാർത്ത ചമയ്ക്കുകയാണ്. ബിനോയ് വിശ്വം ആരോട് പറഞ്ഞു? എക്സിക്യൂട്ടീവിൽ ആരോട് പറഞ്ഞു? CPI എക്സിക്യൂട്ടീവിൽ പറഞ്ഞതായി നിങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നു. അതല്ലേ കഥ? അതെ, അങ്ങനെയാണല്ലോ പറഞ്ഞതായി CPI ബീറ്റ് പറയട്ടെ. അല്ല, പറയട്ടെ. CPIയുടെ എക്സിക്യൂട്ടീവിൽ പറഞ്ഞതായി CPI ബീറ്റ് കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരത്തെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നു. അതല്ലേ പറയുന്നത്? റിപ്പോർട്ടാണ്. അതൊക്കെ നിങ്ങളുടെ സ്പെക്കുലേഷൻസ് ആണ്. നിങ്ങളില്ല ആ കമ്മിറ്റിയിൽ. എൻ്റെ കമ്മിറ്റിയിൽ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതോർത്ത് പൊട്ടിച്ചിരിക്കാറുണ്ട് പലപ്പോഴും. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആരാകുമെന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെയൊക്കെ തന്നെ തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ടർമാർ AK സെനറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അലറിക്കൊണ്ടിരുന്ന് നമ്മൾ കണ്ടതാ. ആരെങ്കിലും ആയോ? ആരെങ്കിലുമാണ് ആയത്. തീരുമാനമെടുത്ത് ഇറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവരാരും അറിഞ്ഞിട്ടില്ല. അപ്പോഴും ഞങ്ങളിഞ്ഞ് തീരുമാനമെടുത്ത് പുറത്തിറങ്ങി വരുമ്പോഴും വേറെ പലരുടെയും പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു കമ്മിറ്റിയെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറയുന്നത് വിശുദ്ധ വചനമാണെന്ന് ദയവായി എടുക്കരുത്. അതല്ല ചരിത്രം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ അതിലേക്ക് വരും. ഇത്രയും കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യം. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, ഈ ഗവൺമെൻറ് PV അൻവർ ഒരു MLA ആണ്. MLA എന്ന നിലയിൽ, അത് കോൺഗ്രസിൻ്റെ MLA ആകട്ടെ, ഏതൊരു MLA ആകട്ടെ, ഞങ്ങൾക്ക് എഴുത്തരുന്നൊരു പരാതിയെ മുൻധാരണയില്ലാതെ, മുൻവിധികളില്ലാതെ സമീപിക്കും. ഞാൻ 2 സന്ദർഭങ്ങൾ പറയാം. ഈ പരാതി ലഭിച്ച ഉടനെ തന്നെ ഞങ്ങളെടുത്ത സമീപനം അതിന്മേൽ ശരിയായ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇനി 2, അപ്പോഴൊക്കെ അൻവർ വേണമെങ്കിൽ അൻവറിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല. അൻവർ വേറെ ഇങ്ങനെ പറഞ്ഞ് പുറത്തു പോകാനുള്ള ഒരു സ്ക്രിപ്റ്റ് എടുക്കുകയായിരുന്നു. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ ഇനി പങ്കെടുക്കില്ല, CPM പാർലമെൻ്ററി പാർട്ടിയിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് CPIയും ബന്ധം അദ്ദേഹം തലാക്ക് ചൊല്ലി മാറിക്കഴിഞ്ഞപ്പോഴും പിറ്റേ ദിവസം രാവിലെ കേരള ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് വളരെ ഷോർട്ടായി പ്രതികരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ക്ലിയർ കട്ടായിട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ഞങ്ങളും അദ്ദേഹവുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിൽ ഇത് അവസാനിക്കുകയാണ്, അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന മാത്രയിലും മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതേ അൻവർ ഞങ്ങൾക്ക് എഴുതിത്തന്ന അന്വേഷണത്തിൻ്റെ ശരിയായ സ്പിരിറ്റിൽ മുൻപോട്ട് പോകും. ഇത് CPIഎമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയമാണ്. അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ കാര്യങ്ങളെ, രാഷ്ട്രീയമായി അദ്ദേഹം ഉയർത്തുന്ന ശബ്ദങ്ങളെ, അപശബ്ദങ്ങളെ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന റിട്ടേണായി എഴുതി തന്നിരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായ അന്വേഷണവും നടക്കും. ആ അന്വേഷണം ഇപ്പോൾ ഇതിനിടയിൽ തന്നെ സംഭവിച്ചല്ലോ. ഇപ്പോൾ MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് എൻക്വയറി ശുപാർശ ചെയ്തു. മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി വിജിലൻസ് ശുപാർശയ്ക്ക് ഉത്തരവിട്ടു. ആരെയും സംരക്ഷിക്കാനല്ല. തൃശ്ശൂർ പൂരത്തിലേക്ക് വരൂ. തൃശ്ശൂർ പൂരം അൻവർ ഇതെല്ലാം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഈ അന്വേഷണം, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻപിലെത്തിയ അന്വേഷണം, അൻവർ വാർത്താ സമ്മേളനം വിളിക്കുന്നതിനും മരംമുറി പ്രശ്നം ഉന്നയിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിനും എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ ചുമതലയുണ്ടായിരുന്ന അങ്കിത് അശോകനെ അവിടെ നിന്ന് മാറ്റി. സർക്കാർ നടപടിയിലേക്ക് ഞാൻ ഒന്ന് സംസാരിച്ച് അല്ല കഴിഞ്ഞല്ലോ, ചോദ്യം കിട്ടി, മറുപടി പറയാം, അതിലും ക്ലാരിറ്റി തരാം. അതായത് ഇത് സംബന്ധിച്ച് അന്വേഷണം ആദ്യമേ തന്നെ ആരംഭിച്ചിരുന്നു. അങ്ങ് മനസ്സിലാക്കണം. അങ്കിത് അശോകനെ പുറത്താക്കിയത് ഒരു അൻവറും പറഞ്ഞിട്ടല്ല, ഏതെങ്കിലും ഒരാൾ ഉന്നയിച്ചിട്ടുമല്ല. ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നു സംശയകരമായ ഒരു കാര്യം. സർക്കാർ അന്ന് നമ്മൾ തന്നെ ചർച്ച ചെയ്തു. അന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നടപടിയില്ല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും 1 മാസം കഴിഞ്ഞിട്ടാണ് മാറ്റിയത്. അങ്ങ് കേൾക്കൂ, ദയവേത് കേൾക്കൂ. അങ്ങ് പറഞ്ഞ ക്ലാരിറ്റി കിട്ടി. പ്രതിപക്ഷം ഉന്നയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞതിലെ വസ്തുതാപരമായ പിശകുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോളൂ. പ്രതിപക്ഷം പറഞ്ഞു
നമ്മുടെ പ്രശ്നം എന്താണ്? അൻവർ ഉന്നയിച്ചത് കൊണ്ട് മാറ്റി എന്ന് നിങ്ങൾ പറയാണ്. ഇനി അൻവർ ഉന്നയിക്കുന്നത് ശരിയായൊരു കാര്യമാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഈ പൂരത്തിൻ്റെ പ്രശ്നത്തിലെ വസ്തുതകളിലേക്ക് വരണം. എല്ലാം ഇല്ലാത്തൊരാളുടെ അക്കൗണ്ട് വെക്കലല്ലോ, അത് ചരിത്രപരമായും ശരിയല്ലല്ലോ. അൻവർ അത് ദിവസമല്ല അന്ന് ഉന്നയിച്ചിട്ടില്ല. അൻവർ LDF ഭാഗമാണ്. അപ്പോൾ അന്ന് ആ പ്രശ്നം വന്നപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചു, ശരി, അന്ന് പ്രശ്നം ഉയർന്നു വരുന്നു. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ആ പ്രശ്നം വന്ന ആ സന്ദർഭത്തിൽ തന്നെ ഗവൺമെൻറ് അങ്കിത് അശോകനെ മാറ്റുന്നു. അങ്കിത് അശോകനെ മാറ്റാൻ അങ്കിത് അശോകൻ എന്ന് മാത്രമല്ല, ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ മാറ്റണമെങ്കിൽ പോലും അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം വാങ്ങണം. ആ നിയമപരമായ നടപടി മാത്രമേ താമസിച്ചുള്ളൂ. അദ്ദേഹത്തെ മാറ്റി. എന്നിട്ടോ അന്നു തന്നെ ADGP ലോ ആൻഡ് ഓർഡറിനോട് ഇത് സംബന്ധിച്ച് പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. പിന്നീടാണ് ADGPയുടെ തന്നെ പ്രശ്നം ഇതിൻ്റെ മേൽ ഉയർന്നു വന്നപ്പോഴോ DGP സമർപ്പിച്ച ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കട്ടെ അരുൺ, നിങ്ങൾ വളരെ വ്യക്തമായി പറയൂ. ഇന്ന് വന്ന റിപ്പോർട്ടിൽ ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിനിടയിൽ ഈ അന്വേഷണ പുരോഗതിയിൽ വന്നത്. ഒന്ന്, MR അജിത് കുമാറിനെതിരായ കാര്യത്തിൽ വന്ന ഏതെങ്കിലും വിഷയത്തിൽ വിജിലൻസ് റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്നതിൽ ഞങ്ങൾ എന്തെങ്കിലും വെല്ലപ്പൊക്ക് കാണിച്ചോ? നമ്പർ 1 ഇല്ല. നമ്പർ 2, ഇന്നത്തെ വിഷയം ഈ പറയുന്ന പൂരവുമായി ബന്ധപ്പെട്ട കാര്യം, ആ റിപ്പോർട്ടിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ നിലയിൽ പറയാൻ കഴിയുന്നതെല്ലാം ഇന്ന് ജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഞങ്ങൾ സതുദ്ദേശത്തിലാണ് നീങ്ങുന്നത്. 2, ഞങ്ങൾക്ക് ഭരണഘടനാപരമായ ബാധ്യതയാണ് നിർവഹിക്കുന്നത്. ADGP അല്ലേ ഈ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തത് ആദ്യം? ആ ADGP ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നുവെന്ന് ഈ സർക്കാർ അറിയാൻ 6 മാസം വൈകിയത് എന്താണ്? അതൊരു ചോദ്യമല്ലേ? അല്ല, അങ്ങ് കേൾക്ക്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിച്ചതാണ്. ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പൂഴ്ത്തിവെക്കണം എന്നാണ് ഉണ്ടായിരുന്നതെങ്കിൽ അന്ന് അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. കാരണം അന്ന് അന്വേഷണം പ്രഖ്യാപിക്കാൻ മാത്രമുള്ളൊരു പ്രശ്നമായി ഇതെന്ന് വളർന്നിരുന്നില്ല. അങ്ങ് കേൾക്കണം, മുഖം രക്ഷിക്കാൻ വേണ്ടി വെറുതെ പ്രഖ്യാപിച്ച ഒരു അന്വേഷണമല്ല. ഗവൺമെൻറ് സതുദ്ദേശത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് വൈകിപ്പോയി എന്നത് നിങ്ങൾ ആരോപിച്ചോ? വൈകിപ്പോയി, അത് ചോദിച്ചോളൂ. അത് വൈകിപ്പോയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരാഴ്ചക്കുള്ളിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ട് 5 മാസമായിട്ടും സമർപ്പിച്ചില്ല. അൻവറും പ്രതിപക്ഷവും ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തെളിക്കപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു. വസ്തുതാവിരുദ്ധമാണെങ്കിൽ താങ്കൾക്ക് എതിർക്കാം. നമ്പർ 3, ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചയാൾക്കെതിരെ DGP അന്വേഷണം നടത്തുന്ന അവസ്ഥയുണ്ടായി. അതിനേക്കാൾ വലിയ പരാജയമുണ്ടോ? ആഭ്യന്തര വകുപ്പിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഈ മഹാനെ ഇപ്പോഴും മാറ്റിയിട്ടില്ല റഹീം, ഈ നിമിഷം പോലും. അങ്ങ് കേൾക്കണം, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അങ്ങ് മുൻവിധികളോടെയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വസ്തുതയെ വളരെ ബുദ്ധിമുട്ടാക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ, അത് വൈകിപ്പോയി എന്ന ആരോപണം നിങ്ങൾ ഉന്നയിച്ചോളൂ. അത് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ വിശദമായി മറുപടി പറഞ്ഞാണ്. ഈ അന്വേഷണം നമുക്ക് മറച്ചു വെക്കാനാണെങ്കിൽ എന്തിനായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചത്? ഞങ്ങൾ പ്രഖ്യാപിച്ച അന്വേഷണമാണ് വൈകിപ്പോയത്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യം, ഞങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു, അത് ശരിയാണ്, അത് വൈകിപ്പോയി. അത് വൈകിയത് അത് ഉത്തരവാദിയായ ഒരാൾ അത് അന്വേഷിച്ചത് കൊണ്ടുകൂടിയല്ലേ വൈകിയത്? കള്ളൻ തന്നെ കള്ളനെ കുറിച്ചുള്ള റിപ്പോർട്ട് എഴുതിയാൽ പിന്നെ വേഗം കൊടുക്കൂ. അങ്ങ് കേൾക്കൂ. ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ സാധാരണഗതിയിൽ വരുന്നത് ലോ ആൻഡ് ഓർഡർ DGPക്കാണ് സാധാരണ കൊടുക്കുക, ഇത്തരം അന്വേഷണങ്ങൾ നടത്തുക. ഇനി അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് ADGP അജിത് കുമാറിനെതിരെ ഇത്രയധികം ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നിരുന്നില്ല. ഇപ്പോൾ DGPയുടെ തന്നെ നിർദ്ദേശം. ഇപ്പോൾ ഞങ്ങൾക്ക്, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ വൈകിപ്പോയത് വലിയ അപകടകരമായൊരു കാര്യമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഞങ്ങളെ വൈകിപ്പോയതിന് കല്ലെറിയുമ്പോൾ പ്രഖ്യാപിച്ചതിനെ ശ്ലാഘിക്കുന്നില്ല, അന്ന് തന്നെ അംഗീകരിച്ചതിനെ മാറ്റുന്നതിനെ ശ്ലാഘിക്കുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ADGP അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആ റിപ്പോർട്ട് സർക്കാരിന് സ്വീകാര്യമല്ലെന്നേ. ഇത് സർക്കാർ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നതാണ് നമ്മുടെ ചോദ്യം. റഹീം, ഈ ADGP അജിത് കുമാർ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നോ? പൂരം കലക്കിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഇത് തിരിച്ചറിയാതെ ആഭ്യന്തര വകുപ്പിന്റെ സ്ഥാനത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രി തുടരുക? അതാണ് ചോദ്യം. ആ ചോദ്യം ഗൗരവമേറിയ ചോദ്യമാണ്, വൈകിയ വിഷയമല്ല. ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏൽപ്പിച്ചത് ആരെയാണോ അയാൾ തന്നെയാണ് ഈ പൂരം കലക്കലിലെ പ്രധാന ഉത്തരവാദി എന്ന് പ്രതിപക്ഷവും PV അൻവറും പറയുന്നു. അതിന്ന് മുഖ്യമന്ത്രിയും
ഭാഗികമായി സമ്മതിക്കുന്നു. അല്ല, അങ്ങ് കേൾക്കൂ, അദ്ദേഹത്തിനുണ്ടായിരുന്നത് നിങ്ങൾ അങ്ങനെ മാത്രം അതിനെ കാണരുത്. നിങ്ങൾക്ക് എല്ലാ പാപഭാരം കൂടി ഒരാളുടെ മുകളിൽ കെട്ടിവെച്ച് അയാളെ കല്ലെറിഞ്ഞ് ഓടിക്കുക. കല്ലെറിയേണ്ടിയാണെങ്കിൽ കല്ലെറിഞ്ഞോളൂ, ആരോപിക്കൂ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അതിനേക്കാൾ ഗുരുതരമായ കാര്യമല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു അജിത് കുമാറിനെ മാത്രം പുള്ളി തൊട്ടാണോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്? അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നിട്ടും അവിടെ ചെല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ വീഴ്ച കുറേ കൂടി പരിശോധിക്കാൻ DGP ഏൽപ്പിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? വളരെ ആസൂത്രിതമായി കേരളത്തിൻ്റെ പൊതുവിലുള്ള സാമൂഹ്യ അവസ്ഥയെയും സന്തുലിതാവസ്ഥയെയും തെറ്റിക്കുന്നതിനുള്ള ഒരു ആസൂത്രണം നടന്നിരുന്നു. അതിനെന്ത് ചെയ്തു? ഒരിക്കലും നടത്താനും പോലീസിന് അംഗീകരിച്ചു കൊടുക്കാനും കഴിയാത്തതുമായ ആവശ്യങ്ങൾ വിവിധ കമ്മിറ്റികളും ഇതിന് പൂർവ്വമായ ഇടത്തിൻ്റെ സംഘാടകരും ആവശ്യപ്പെടാൻ തുടങ്ങി. അവിടം മുതൽ ഗൂഢാലോചനയുടെ ആഴമുണ്ടെന്നാണ് വളരെ കൃത്യമായി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്വേഷണം പുരോഗതിയിലിരിക്കുന്ന, വീണ്ടും അന്വേഷണം നടത്താൻ വിശദമായി പറഞ്ഞ ത്രിതല അന്വേഷണം നടത്തുന്ന ഒരു കാര്യത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ പരിമിതിയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം വെളിച്ചം വീശിയ കാര്യം ഒരു അജിത് കുമാർ അങ്ങോട്ട് ചെല്ലുന്നു, ഇതെല്ലാം കൂടി പൊളിച്ചു എന്നല്ല. നിങ്ങൾ അതിനെ അങ്ങനെ ചെറുതായി കാണരുത്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളികളും യഥാർത്ഥ ഗൂഢാലോചനയുടെ വ്യാപ്തിയെയും നമ്മളായി കുറച്ചു കൊടുക്കുന്നത് വളരെ ആദ്യമേ തന്നെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഞാൻ കല്ലെറിയുന്നില്ല, അങ്ങ് പൂമാലയും ഇടരുത്. കാരണം അല്ല അരുണെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അങ്ങ് പൂമാല ഇടാൻ ശ്രമിച്ചത് ആർക്കാണ്? അതുകൂടി അങ്ങ് ശ്രദ്ധിച്ചോ. അങ്ങയുടെ നിശബ്ദമായി പൂമാല ഇട്ടത് ആർക്കാണ്? ഇവിടെ മുഖ്യമന്ത്രി അങ്ങ് എന്താണ് അതിൽ കണ്ടത്? അജിത് കുമാറിന്റെ വീഴ്ച അന്വേഷിക്കട്ടെ. മന്ത്രിസഭാ യോഗമാണ് സംസാരിച്ചത്, ചർച്ച ചെയ്തത്. എന്നിട്ട് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണത്തിൽ നമുക്കറിയില്ലേ വിശദമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് കെ രാജൻ നമുക്കറിയില്ലേ, CP ചെലുത്തിയ സമ്മർദ്ദം അറിയില്ലേ, പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന സമരം കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ കാണാതെ മുഖ്യമന്ത്രിയുടെ ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ അധിക നേരം സംസാരിച്ചു. അങ്ങ് പറഞ്ഞ വിഷയത്തിൽ എനിക്ക് പ്രതിനിധിയുടെ മറുപടി കൂടി എടുക്കണം. ഒരു നിമിഷം. ഒരു മിനിറ്റ് അവസാനിപ്പിക്കണം റഹീം. അതിനുശേഷം കോൺഗ്രസ് ഒറ്റ നിമിഷം അവസാനിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞതിനകത്തൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ RSSന്റെ ശിങ്കടിപ്പണി ചെയ്ത് ഈ അജിത് കുമാർ ഇതെല്ലാം കലക്കി എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അതാണല്ലോ നിങ്ങളിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ്. അജിത് കുമാറിൻ്റെ വീഴ്ച നമുക്ക് പരിശോധിക്കാം. അജിത് കുമാറിൻ്റെ അക്കാലത്ത് നമ്മൾ ആരും എടുക്കുന്നില്ല, വെള്ളപൂശണ്ട, ഒക്കെ ശരി. പക്ഷേ ഇന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ വന്ന റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് RSSും സംഘപരിവാരവും നേരത്തെ കുട്ടി പൂരം കലക്കാൻ ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടിരുന്നു എന്ന് ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ ബാലിശമാണ്, മോശമാണ്, കള്ളൻ്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചു എന്ന വാദത്തെ അത് റദ്ദാക്കുകയല്ലേ ചെയ്യുന്നത്? ഈ RSSന്റെ ഇടപെടലുകളിലേക്ക് വെളിച്ചം വീശുന്നത് ഇന്നത്തെ നിങ്ങൾ ഈ പരാമർശിക്കുന്ന റിപ്പോർട്ടിലൂടെയാണ് സാർ. ആ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഗവൺമെന്റ് അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ആ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ ത്രിതല അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. നോക്കൂ, അങ്ങനെ കാണണ്ടേ അതിനെ? അല്ലല്ല, നോക്കൂ, നമ്മുടെ കൺമുന്നിൽ നിരാകരിക്കാൻ പറ്റാത്ത ഒരുപാട് വസ്തുതകളുണ്ട്. ഇനി ADGP എത്ര ശ്രമിച്ചാലും എത്ര വെള്ള പൂശിയാലും പൂശാനാവാത്ത ഒരുപാട് കളങ്കങ്ങൾ ഈ തൃശ്ശൂർ പൂരത്തിലുണ്ട്. അത് ADGPക്ക് റിപ്പോർട്ടായി കൊടുത്തേ. അതാണ് ഞാൻ സുരേഷിനോട് ചോദിച്ചത്. സേവാഭാരതിയുടെ ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി വന്നത് എങ്ങനെയാണ് ഒരു ADGPക്ക് വെള്ള പൂശാൻ കഴിയുക? പക്ഷെ അവിടെ വെള്ളപൂശി സമർത്ഥമായി അദ്ദേഹം അത് ദേവസ്വം ബോർഡിന്റെയും പിന്നെ ഈ അനാവശ്യമായി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ച കമ്മിറ്റികളുടെയും ഒക്കെ പുറത്തിട്ടു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ റിപ്പോർട്ട് നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ പ്രാഥമിക വിവരങ്ങളും ലഭ്യമല്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു നിമിഷം കോൺഗ്രസ് പ്രതിനിധിയോട് കൂടിയാണ് ചോദ്യം. അരുണേ, ഇവിടെ കോൺഗ്രസ് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നല്ലോ. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അന്വേഷണ കമ്മീഷൻ നടത്തിയല്ലോ. ആ അന്വേഷണത്തിന്റെ ഫൈൻഡിങ് എന്തായിരുന്നു?
ഇടതുപക്ഷ അവര് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഈ RSSന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ ഈ വിഷയത്തിൽ തന്നെ നിൽക്കുന്നു. അതിനുള്ള മറുപടി കൂടി രാജു പി നായർ എ റഹീം ചോദിച്ച വളരെ ലോജിക്കലായ ഒരു ചോദ്യം. സംഘപരിവാറിന്റെ ഇടപെടൽ ഈ തൃശൂർ പൂരത്തിലുണ്ടെന്ന് വെളിപ്പെടുത്തിയത് ഇതേ ADGPയുടെ റിപ്പോർട്ടാണെന്നിരിക്കെ ആ ADGPയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായും നിങ്ങൾ തള്ളണോ? ആ ADGPയെ പൂർണ്ണമായും നിങ്ങൾ സംശയിക്കണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. റിപ്പോർട്ട് പഠിക്കട്ടെ, അന്വേഷണം വരട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കും എന്നാണ് എ റഹീം പറയുന്നത്. അങ്ങനെയല്ലേ വേണ്ടതെന്നാണ് ചോദ്യം. ശരി, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീ സുരേഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. ഒന്ന്, ഈ തൃശൂർ പൂരം കലങ്ങിയല്ലോ, അതിനകത്ത് ആർക്കും സംശയമില്ലല്ലോ. തൃശൂർ പൂരം കലങ്ങിയതിനു ശേഷം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തീരുന്ന നിമിഷം വരെ BJP തൃശൂർ ഉയർത്തിയ ആരോപണങ്ങൾ മുഴുവൻ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെട്ടുപോയത്? ഈ ചർച്ചയിൽ പോലും ഇപ്പൊ ഹിന്ദു ആചാരങ്ങളെ കുറിച്ചൊക്കെ സുരേഷ് അങ്ങോട്ട് പറഞ്ഞല്ലോ. മറ്റേ ഭക്ഷണത്തിൽ പോലും അമ്പലത്തിൽ കയറാൻ കഴിയുന്ന പല പല മാനങ്ങളൊക്കെ അതിനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള BJPക്ക് എന്തുകൊണ്ടാ തൃശൂർ പൂരത്തിൽ ഉണ്ടായ ഗൂഢാലോചന അന്വേഷിക്കപ്പെടണം എന്ന നിലപാടില്ലാത്തത്? ഈ നേരം വരെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായില്ലല്ലോ. ഞങ്ങൾ 28-ാം തീയതി തൃശൂർ വലിയ യോഗം വിളിച്ചത് ആവശ്യപ്പെട്ടു. BJP ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ശബരിമലയിലെ സുവർണാവസരം മറ്റൊന്നായിരുന്നെങ്കിൽ തൃശ്ശൂരെ സുവർണാവസരം ഉണ്ടാക്കി കൊടുത്തത് CPM ആണെന്നുള്ള ബോധ്യം കൊണ്ടല്ലേ. പിന്നെ സുരേഷ് മുരളീധരനെ കുറിച്ചൊക്കെ പറയാണ്. മുരളീധരൻ എടുക്കാച്ചെറുക്കാണ്. ഞാനൊരു കാര്യം പറയാം. സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുരളീധരൻ ഞങ്ങളുടെ ഈ കുന്തമുനയാണ്. സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ സ്വയം പരാജയപ്പെട്ടാണെങ്കിൽ പോലും സംഘപരിവാറിനെ 10 വോട്ട് കൂടുതൽ മേടിച്ച് പരാജയപ്പെടുത്താൻ ഞങ്ങളെ കൊണ്ടാവുമെങ്കിൽ അത് മുരളീധരൻ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ ആ പണി ചെയ്യും. ഒരു സംശയവും വേണ്ട. അതവിടെ ഇരിക്കട്ടെ. പിന്നെ എടുക്കാച്ചെറുക്കാന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ ആള് 2011 പാറശാലയിൽ മത്സരിച്ചു. 10,100 ചില്ലാനം വോട്ടാണ് അന്ന് കിട്ടിയത്. മനസ്സിലായില്ലേ? പാറശാലയിൽ 2011 മത്സരിച്ചപ്പോ 3-ാം സ്ഥാനത്ത് കെട്ടിവെച്ച കാശ് പോയി 10,100 ചില്ലാനാണ്. ജനാധിപത്യത്തിൽ പരാജയപ്പെടുന്നവരെ ഈ എടുക്കാച്ചെറുക്കെന്ന് പറയുന്ന മാന്യത എനിക്കില്ല. മാന്യത എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല. അത് ഓരോരുത്തരും ജീവിച്ച് വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മാന്യതയൊക്കെ പറയുള്ളൂ. 3-ാം സ്ഥാനത്തെത്തിയ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന S സുരേഷ് എടുക്കാച്ചെറുക്കായിരുന്നില്ല. BJPയുടെ ആശയം പ്രതിഫലിപ്പിക്കുന്ന ജനാധിപത്യ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ ആ സ്ഥാനാർത്ഥിയെ കെട്ടിവെച്ച കാശ് കൊടുക്കാതെ പാറശാലയിലെ ജനം പരാജയപ്പെടുത്തി. പിന്നെ അദ്ദേഹം അതുകൊണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ നോക്കിയിട്ട് അത് കണ്ടിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ഇവിടെ റഹീമും സുരേഷിനും ഒരേ ശബ്ദമാണ്. കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ എന്ത് കണ്ടു എന്നുള്ളതാണ് ആ ശബ്ദം. കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടനാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിരുന്നു. മനസ്സിലായില്ലേ? ആ റിപ്പോർട്ടിൽ തൃശൂർ പൂരം ഒരു ഘടകമായിരുന്നു എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ സംഘടന പരാജയപ്പെട്ടെടുത്ത് സംഘടനാ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് പരിചയപ്പെടാൻ കോൺഗ്രസ് സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വെച്ചത്. നിങ്ങൾ ജയിച്ച സ്ഥലത്ത്, ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറയിലായിരിക്കുന്നത്, സ്വരാജ് മത്സരിച്ച് തോറ്റപ്പോ നിങ്ങൾ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് കുറെ പേര് ഇവിടെ നിന്ന് പുറത്താക്കിയില്ലേ? ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? സംഘടനാ കാര്യങ്ങൾ അന്വേഷിച്ചത്, അല്ലാണ്ട് പൊതുവെ ജനങ്ങളെല്ലാം കൂടി ചെയ്തത് എന്താണെന്നാണോ അന്വേഷിച്ചത്? എന്തിനാ റഹീമേ ഈ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് അരുണേ, ഇപ്പൊ ഏതാണ്ട് വലിയ ഇപ്പൊ പ്രഖ്യാപിച്ച കാര്യം, പക്ഷേ 1.5 വർഷമായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് VD സതീശൻ അത് ജനത്തോട് പറയുന്നത് വരെ ഈ മുഖ്യമന്ത്രിക്ക് തന്റെ ADGP RSSന്റെ ഏറ്റവും തീവ്ര നിലപാടുള്ള 2 നേതാക്കന്മാരെ കണ്ടത് പ്രശ്നമല്ലാതെയായിരുന്നത്? കാരണം ഇദ്ദേഹം പറഞ്ഞു വിട്ടതാണെന്നേ. ഇദ്ദേഹം പറഞ്ഞു വിട്ടതാ. തൃശൂർ പൂരം കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്ന വലിയ ഗൂഢാലോചനയായിരുന്നു. ഇല്ലേ? ആ ഗൂഢാലോചന 6 മാസം കഴിഞ്ഞപ്പോഴാണോ ഇദ്ദേഹത്തിന് മനസ്സിലായത്? റഹീം ന്യായീകരിച്ച് അദ്ദേഹത്തെ അപമാനിക്കരുത്, അങ്ങനെ അപമാനിക്കരുത്. 6 മാസം കഴിഞ്ഞിട്ട് ഒരു തൃശൂർ പൂരം ഒരു സാമുദായിക സംഘർഷം ഉണ്ടാക്കാനുള്ള ഗൂഢനീക്കം പോലും അറിയാൻ കഴിഞ്ഞാതിരുന്ന മുഖ്യമന്ത്രിയാണ്. തനിക്ക് ഇന്റലിജൻസും ഇല്ല, മറ്റൊരു സംവിധാനവും ഇല്ല. ഞാൻ ശിവശങ്കർ പറഞ്ഞ പോലെ ടിഷ്യൂ പേപ്പറിന്റെ കീഴിൽ ഒപ്പിടുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ ആ പണി നിർത്തി ഇറങ്ങിപ്പോണം. ആ പണി നിർത്തി അങ്ങ് ഇറങ്ങിപ്പോണം. ഞാൻ ചോദിക്കട്ടെ, ADGPയുടെ സ്വത്തന്വേഷണം നടക്കുന്നു. അരുണെ, മൂക്കിന് കീഴിൽ കനകക്കുന്നിൽ ഇത്രയും കോടി രൂപയുടെ സ്ഥലം മേടിച്ചിട്ട് അത് അറിഞ്ഞാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ആ ആഭ്യന്തരത്തിന്റെ ചുമതലയാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അങ്ങേരെ അപമാനിക്കണോ? അപമാനത്തിന് പാത്രമാണ് അദ്ദേഹം. കാരണം അത്ര പോലും കഴിവുകെട്ടവനാണെന്ന് പറയാണ്. കഴിവുകേടല്ല അരുണെ.
ഇതിനെല്ലാത്തിനും പിണറായിയുടെ ആശീർവാദമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഏറ്റവും വലിയ ഇത് പറഞ്ഞല്ലോ, തൃശൂർ പൂരം അന്വേഷണം ADGP അജിത് കുമാർ നടത്തിയത് നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. ADGP അജിത് കുമാർ എന്ന് കമ്മീഷനോട് ചോദിക്കുകയാണ്, എങ്ങനെ തൃശൂർ പൂരം കലകി, എന്തായിരുന്നു സുരേഷ് കാക്കബിഗിലെ പാലിച്ച? അപ്പോ കമ്മീഷണർ വേദന പറയുന്നത്, സാറല്ലേ 2 ദിവസം മുമ്പ് ഇത്രയും നാളും വെച്ചിരുന്ന ബ്ലൂ പ്രിന്റ് വേണ്ട, പകരം ഇത് നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞില്ലേ ഇത് കൊളമാകും എന്ന് പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങളല്ലേ ഇത് വാശി പിടിച്ച് അന്വേഷിച്ചത് ചെയ്തത്, എന്നിട്ട് അവസാനം ഫോൺ ഓഫ് ചെയ്ത് നിങ്ങൾ ഇറങ്ങി പോയില്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ADGP ശരിയാണ്, ഇതെല്ലാം ഇതാണെന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമായിരുന്നോ? പക്ഷെ ഇന്റലിജൻസ് ഉൾപ്പെടെ മറ്റ് സംവിധാനം മുഴുവൻ പിണറായിയുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഈ സാമുദായിക അന്തരീക്ഷം തകർക്കാൻ കഴിയുന്ന, ആചാരങ്ങളെ തകർക്കാൻ കഴിയുന്ന, അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് നാണക്കേട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇത്രയും വലിയ സംഭവം നടന്നിട്ട് 6 മാസം കൊണ്ട് റിപ്പോർട്ട് പോലും മേടിക്കാൻ കഴിയാഞ്ഞ ആ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അവിടെ ഇരിക്കുന്ന മനുഷ്യരോട് ഒന്നുകിൽ ഈ പണി നിർത്തി പോകാൻ പറയണം. ജനം മുഴുവൻ ഇത് പറഞ്ഞു. ഇപ്പോൾ രാജു ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ADGP ഇന്റലിജൻസിന്റെ അറിവുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു ആക്ഷൻ എടുത്തില്ല? റാം മാധവുമായുള്ള കൂടിക്കാഴ്ച, അതും 10 ദിവസങ്ങൾക്ക് ശേഷം നടന്നത്, അതും ഇന്റലിജൻസിന് റിപ്പോർട്ട് കിട്ടി, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ചോദിച്ചില്ല? വത്സൻ തില്ലങ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ച, റാം മാധവുമായി പിന്നീട് നടത്തിയ കൂടിക്കാഴ്ച, ഇതൊക്കെ ഈ MR അജിത് കുമാറിന് മേൽ പ്രതിപക്ഷവും PV അൻവറും ആരോപണം ഉയർത്തുമ്പോൾ മാത്രം അന്വേഷിക്കാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം. റഹീം, അതിൽ ആദ്യ ഭാഗം ഞാൻ അങ്ങയോട് പ്രതികരിക്കും, അതിനുശേഷം രാജു പറഞ്ഞ ചില കാര്യങ്ങളോട് അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ട്. അതിന് സമയം തരണമേ, ഇടയ്ക്കിടപെടരുത്. അപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യത്തോട് ആദ്യം പ്രതികരിക്കാം. അങ്ങ് പറഞ്ഞത് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരെല്ലാം നേരത്തെ കൂടിക്കാഴ്ച നടത്തിയതിന് എന്നതിന് എനിക്ക് വസ്തുതാപരമായ തെളിവൊന്നുമില്ല. റിപ്പോർട്ട് ഈ സാധാരണഗതിയിൽ അങ്ങ് കേൾക്കുന്നേ, അങ്ങ് ബഹളം വെക്കാതിരിക്കുക. അല്ല അരുണിന് പരിഹാസമാണോ ആവശ്യം, വസ്തുതാപരമായി എന്തെങ്കിലും ചർച്ച ചെയ്യലാണോ ആവശ്യം? പരിഹസിക്കാനാണെങ്കിൽ അതേപോലെ ഞാൻ പരിഹസിച്ചിരിക്കും. അറിയാത്ത ആളൊന്നുമില്ല. അരുൺ അങ്ങനെ ഓവർ സ്മാർട്ട് ആവണ്ട. അരുൺ അങ്ങനെ ഓവർ സ്മാർട്ട് ആവണ്ട. അരുൺ അങ്ങനെ ഓവർ സ്മാർട്ടായി കളിക്കണ്ട. ഇതാണ് പ്രശ്നം. MR അജിത് കുമാറിന് പൂമാലയിടാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പൂമാലയിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ പൂമാല ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അഡ്വക്കേറ്റ് റഹീം, നിങ്ങൾ പൂമാലയിട്ടാൽ അന്ന് തീരും. നിങ്ങൾ പൂമാല ഇടരുത്, അത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ഭരണകക്ഷിയുടെ പൂമാല സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട ഉത്തരമാണ്. ഉത്തരം കൊണ്ട് അങ്ങ് മാല കിട്ടിക്കൊള്ളു. ഏറ്റുമുട്ടല വേണ്ട. അരുൺ അല്ല, ഒരു മിനിറ്റ്. ഞാൻ ഈ പൂമാലയിട്ടാൻ പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പൂമാല നല്ല മരക്കഷ്ണത്തിൽ പൊതിഞ്ഞ് നിങ്ങളുടെ കഴുത്തിലിട്ട് തരും. നിങ്ങൾ ആ പൂമാല വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരാ. അതെ കേട്ടോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കേസെടുക്കാൻ പോലും കഴിയാതെ മുഖ്യമന്ത്രി ദുർബലനായിരിക്കുന്ന മുഖ്യമന്ത്രി ഏജൻസിക്ക് കൊടുത്താൽ അത് കേസ് എന്ന് പറയുന്ന PR ഏജൻസിക്ക് കൊടുത്താൽ മതി. അങ്ങ് കേൾക്ക്, പറഞ്ഞോളൂ. കഴിഞ്ഞോ? ഇനി ഞാൻ അങ്ങോട്ട് പറയാം, അല്ലാതെ പറഞ്ഞു നിർത്തി തന്നെ പോവാം. ഞങ്ങൾക്ക് കേസർ എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ കയ്യിലില്ല, മനസ്സിലായല്ലോ. ഞങ്ങൾ അങ്ങനെ ഒരാൾക്കും പൂമാലയും കൊടുത്തിട്ടില്ല, കരാറും കൊടുത്തിട്ടില്ല. പക്ഷേ അരുണ് മാധ്യമപ്രവർത്തനം നടത്തുന്ന സ്ഥാപനത്തിനും ആ സ്ഥാപനത്തിന്റെ പിന്നാമ്പുറത്തിനും ഒരു ചരിത്രമുണ്ട്. അതിന്ന് പറയണ്ട കേട്ടോ. ഒരൊറ്റ ചോദ്യം, ഈ TD സുബ്രഹ്മണ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കാൻ എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? അങ്ങൊന്ന് വിശദീകരിക്കൂ. TD സുബ്രഹ്മണ്യത്തിന് ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാങ്ങിക്കൊടുക്കാൻ എന്ത് ഉത്തരവാദിത്വമാണ് ഈ സർക്കാരിനുള്ളത്? അരുൺ യെസ്. അപ്പോൾ നിങ്ങൾ ചർച്ച മാറ്റാണ്. നിങ്ങൾ കഴിഞ്ഞ 1 മണിക്കൂർ വീണ്ടും നിങ്ങൾ കേസിനെ തള്ളിയത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാ. ഞാൻ കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അല്ല, ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ചർച്ച നല്ല നിലയിൽ പോവുകയായിരുന്നു.
അതിനിടയിൽ അരുണിന്റെ ഓവർ സ്മാർട്ട് കാണിച്ചിട്ട് ഒരു പരിഹാസം. ഇല്ലില്ലില്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ല എന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ഞാനുണ്ട്. അതങ്ങ് ആ പണിക്ക് എനിക്ക് നന്നായി ചേരും. അറിയാമെങ്കിൽ അങ്ങേക്ക് പറയാം. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അരുണെ, അങ്ങനെയല്ല, ഞാനത് വിശദീകരിക്കാലോ. ഞാനത് വിശദീകരിക്കാം. വെയിറ്റ് ചെയ്യാം, അതിനുമ്പ് ഒന്നുകൂടി പറഞ്ഞിട്ട് വിശദീകരിക്കാം. നമ്മളൊരു ചർച്ചയിൽ ഞാനാണ് ഏറ്റവും ക്യാമറ എന്ന് ഞാനും കരുതണ്ട, അരുണും കരുതണ്ട. അത് നമ്മളാരും കരുതണ്ട, രാജു പി നായരും കരുതില്ല. അപ്പുറത്ത് കോട്ടിട്ട് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളാണ് ക്യാമൻ എന്ന് കരുതരുത്. കാലങ്ങളായി നമ്മൾ ചില വിഷയങ്ങൾ ഒരുമിച്ചും ചില വിഷയങ്ങൾ എതിർത്തും പരസ്പരം സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും എന്തിനാണ് ഇത്ര അസ്വസ്ഥത? ഇന്റലിജൻസ് റിപ്പോർട്ട് എന്റെ ചോദ്യത്തിന് മുന്നിൽ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? നിങ്ങൾ എതിർത്തോ, പക്ഷെ പരിഹാസം പാടില്ല. നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ചർച്ചയിലേക്ക് പോവാണ്, ഇനി ഇടപെടാതിരുന്നാൽ മതി, ഞാൻ മടങ്ങിപ്പോവാം. എൻ്റെ പോയിന്റ് ഇതാണ്, ഞാൻ നിങ്ങളോട് അങ്ങനെ പ്രതികരിക്കാൻ കാരണം നിങ്ങളുടെ പരിഹാസ സ്വരങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്നവരല്ല CPMന്റെ പ്രതിനിധി. ആ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളതിൽ കഴിഞ്ഞു. ഞാൻ അതിലേക്ക് പോവാണ്. പരിഹസിക്കുന്ന തിരിച്ചതുപോലെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? സാധാരണഗതിയിൽ അരുൺ കേൾക്കണം, സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ പോട്ടെ, തൊട്ടപ്പുറത്ത് ഇവർ കോൺഗ്രസിൻ്റെ ഭരണമിരിക്കുമ്പോൾ CPMന്റെ നേതാക്കളെ, BJPയുടെ നേതാക്കളെ, RSSന്റെ നേതാക്കളെ ഒക്കെ സിവിൽ സർവീസിലുള്ള വിവിധ ഓഫീസർമാർ കാണാറുണ്ട്. അങ്ങ് കേൾക്കണം. അസാധാരണമായ നടപടികളാണ് സാധാരണ ഇൻ്റലിജൻസ് റിപ്പോർട്ടായി വരിക. ഇത് ഇൻ്റലിജൻസ് റിപ്പോർട്ടായി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കും താങ്കൾക്കും എന്നല്ല, ലോകത്ത് രണ്ടുപേരൊഴികെ വേറെ ആർക്കും അറിയില്ല. അത് ഇൻ്റലിജൻസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമാണ്. എല്ലാ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും അങ്ങനെ മാത്രമാണ്, അല്ലാതെ ആർക്കും അറിയില്ല. ആ പ്രോട്ടോക്കോൾ നമ്മൾ മനസ്സിലാക്കണം. അതാണൊന്ന്, അറിയാത്ത ആളല്ല താങ്കൾ. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വന്ന മാത്രയിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു, ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർന്നു വന്നപ്പോഴോ ഞങ്ങൾക്ക് സംരക്ഷിക്കാനൊന്നുമില്ലാത്തത് കൊണ്ടാണ് അത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ DGPയെ തന്നെ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം ചട്ടവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ശക്തമായ നടപടി, വിജിലൻസ് റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയാണോ സ്വീകരിച്ചത് അതുപോലെ തന്നെ നടപടി സ്വീകരിക്കും. ഇനി രാജു പി നായർക്കുള്ള മറുപടി, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിവുകെട്ടയാളാണ് എന്ന് പറഞ്ഞു. നമുക്ക് മുഖ്യമന്ത്രിമാരെ കമ്പയർ ചെയ്തുകൊണ്ടല്ലേ അത് പറയേണ്ടത്? പിണറായിയെ തന്നെ കമ്പയർ ചെയ്യല്ലേ വേണ്ടത്? പിണറായിക്ക് മുമ്പിരുന്ന മുഖ്യമന്ത്രിയെയും ആ ഓഫീസിനെയും കമ്പയർ ചെയ്യാം. ആ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വഴിപോക്കൻ, ഒരു മാനസിക രോഗിയായ മനുഷ്യൻ, ഒരു സഹോദരൻ കയറിയിരുന്നു, ഓർമ്മയില്ലേ? മണിക്കൂറുകളോളം. ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ ഒരു പ്രാന്തൻ കയറി ഇരുന്നിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ലോകം അറിഞ്ഞത്. നമ്പർ 1, അന്ന് കേരളത്തിലെ DGP ആരായിരുന്നു? പലരുമായിരുന്നു. പക്ഷേ ഒരു സൂപ്പർ DGP ഉണ്ടായിരുന്നു. അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സലിം രാജ് എന്നായിരുന്നു. സലിം രാജ് എന്ന് പറയുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ, ഉമ്മൻചാണ്ടിയുടെ ഗൺമോൻ, കേരളത്തിലെ DGPയേക്കാൾ, ആഭ്യന്തരമന്ത്രിയായ ഉമ്മൻചാണ്ടിയേക്കാൾ സൂപ്പർ ആഭ്യന്തരമന്ത്രിയും സൂപ്പർ DGPയുമായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു കേരളത്തിൽ. ആ കഴിവുകെട്ട കാലത്തിൻ്റെ വക്താവ് റിപ്പോർട്ടർ TVയുടെ ഫ്രെയിമിൽ വന്നിരുന്ന് പറയുകയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കഴിവുകെട്ടതാണെന്ന്. ഞാനൊരു കാര്യം പറയാം ശ്രീ രാജു പി നായരോട്, സമീപകാലത്ത് ഈ രാജ്യത്ത് ഞങ്ങളെ തുറന്നെതിർക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും, ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ ക്രമസമാധാന പാലനത്തിൻ്റെ, മികച്ച ക്രമസമാധാന പാലനത്തിൻ്റെ അവാർഡ് ലഭിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളമെന്നാണ്. ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. കേട്ടല്ലോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയമായി എതിർത്തോളൂ, പക്ഷേ വില കുറഞ്ഞ വാക്കുകൾ പറയരുത്. വില കുറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഞങ്ങളുടെ മേൽ ആരോപിച്ചാൽ നിങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ, വില കുറഞ്ഞ ഇന്നലകൾ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരും. ഈ പോലീസ് സലിം രാജിൻ്റെ ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിന് എന്തായിരുന്നു പോലീസ് ഭരണം? ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഫോൺ രേഖകൾ ചോദിക്കരുത് എന്ന് പറഞ്ഞ് അന്നത്തെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് അത് തുറന്നിരുന്നില്ലേ രാത്രിയും പകലും? ഹൈക്കോടതിയിൽ എത്ര തവണയാണെന്ന് പോയത്? എന്തായിരുന്നു അദ്ദേഹത്തിനുള്ള പ്രിവിലേജ്? ഇന്ന് നിങ്ങളൊരു ADGPയെ കുറിച്ച് പറയുന്നു. ഒരു പോലീസുകാരന് നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാന് അന്ന് കേരളത്തിൽ, ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിനെ തിരുത്തുകയാണ്, ഗൺമാന് നിങ്ങൾ കൊടുത്ത പ്രിവിലേജ് പറയണം. നിങ്ങൾ ആ പ്രിവിലേജ് കൊടുത്തവരാണ് ഇപ്പോൾ വന്നിരുന്ന് ഒരു ADGPയെ കുറിച്ച് പറയുന്നത്. ഇത് ഒന്നുമില്ലെങ്കിൽ ADGP എന്തെങ്കിലും പറയാലോ, അന്നൊരു പോലീസ് കോൺസ്റ്റബിൾ അല്ലേ കൊടുത്തേ? എന്തായിരുന്നു പ്രിവിലേജിന് ആധാരം? പറയൂ നിങ്ങൾ. അപ്പോൾ എന്നിട്ടേ ഞങ്ങളുടെ ഇങ്ങോട്ട് വരുള്ളൂ, കേട്ടല്ലോ? അപ്പോൾ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് വസ്തുതാപരമായി സംസാരിച്ചാൽ വസ്തുതാപരമായി പോകാം,
അല്ലാതെ ആവശ്യമില്ലാതെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഞങ്ങളുടെ പാർട്ടി നേതാക്കളുടെയും മേൽ കുതിര കയറാൻ വരരുത്. അനാവശ്യമായ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇവിടെ ഒരു കാര്യം കൂടി പറയാം, ഇനി വസ്തുതയിലേക്ക് വേറൊരു കാര്യം കൂടി പറയാം. പറയട്ടെ, ഇനി വേറൊരു കാര്യം കൂടി പറയാം. അരുണ ഒരു കാര്യം കൂടി പറയാം. ഇനി ചരിത്രത്തിലുണ്ടല്ലോ, എല്ലാ അതിഥികൾക്കും സമയമുണ്ടാവും. അല്ല, ഞാൻ കൺക്ലൂഡെയാണ്. അരുൺ കൺക്ലൂഡെയാണ്. കേൾക്കൂ, ഈ കഴിഞ്ഞ 8 വർഷക്കാലം കഴിവുകെട്ട മുഖ്യമന്ത്രിയാണോ? കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായില്ലല്ലോ. നിങ്ങളുടെ കാലത്ത് ഉണ്ടായില്ലേ? ഒന്നല്ല, ഒട്ടനവധി തവണ ഉണ്ടായില്ലേ? ഉണ്ടായി എന്ന് മാത്രമല്ല, അന്ന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, മാറാട് കടപ്പുറത്ത് ആ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ, മന്ത്രിസഭയിലെ PK കുഞ്ഞാലിക്കുട്ടിക്ക് മാറാട് കടപ്പുറം സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പോയപ്പോൾ ഇതേ ആവശ്യം VKC മുഹമ്മദ് കോയയെയും ഇളമരം കരീമിനെയും അകത്തോട്ട് കയറ്റാൻ പറ്റില്ലെന്ന് ഇതേ RSS പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. നിങ്ങളുടെ മുഖ്യമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി എന്ന മന്ത്രിയെ RSSന്റെ ആവശ്യപ്രകാരം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുത്തിയിട്ട് പോയി. പിന്നെ ഈ കലക്കിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, ശിവഗിരിക്കുന്നിൽ കയറി കലക്കിയത് നിങ്ങളായിരുന്നില്ലേ? എത്ര ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ നിങ്ങളെന്ന് കയറി അച്ഛന്മാരെ തച്ചു കലക്കിയില്ലേ? നിങ്ങൾ നോക്കൂ, ഈ കാലഘട്ടത്തിൽ ഇവിടെ വിഴിഞ്ഞം കലാപഭരിതമായിരുന്നില്ലേ? ആ കലാപഭരിതമായി വന്ന വിഴിഞ്ഞത്തിൽ ഒരു തുള്ളി ചോര വീഴാതെ, ഒരു വെടിവയ്പുണ്ടാകാതെ, ഒരു ബുള്ളറ്റ് പോലും പുറത്തേക്ക് വരാതെ രക്തരഹിതമായി ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കാട്ടിക്കൊടുത്തു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നതിൽ നിങ്ങൾ പറഞ്ഞാൽ എന്റേത് പ്രസംഗമാണെങ്കിൽ നിങ്ങളുടെ തെറിവിളിയായിരുന്നു. ശരി, പ്രസംഗമാണ്. ഞാൻ പ്രാസംഗികനാണ്. എനിക്ക് തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നതിൽ അഭിമാനമാണ്. നിങ്ങൾക്ക് തെറിവിളിക്കുന്നതിലാണ് അഭിമാനം. ശരി കേട്ടോ. ശരി റഹീം, നമുക്ക് സുരേഷിലേക്ക് കൂടി പോയി വരാം. സുരേഷ്, നേരത്തെ എനിക്ക് ചോദ്യങ്ങളില്ല, കാരണം രാജു ഉന്നയിച്ച മറുപടി വളരെ ചുരുങ്ങിയ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ താങ്കൾക്ക് ഒഴിവാക്കാം. ഒപ്പം ഈ സേവാഭാരതി ആംബുലൻസിൽ കയറി വന്നതിന്റെ തൃപ്തികരമായ വിശദീകരണം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിന് കഴിയുമെങ്കിൽ ഈ ഘട്ടത്തിലെങ്കിലും ഒരു മറുപടി. ഇന്നിപ്പോൾ സംഘപരിവാറിന്റെ ബന്ധം മുഖ്യമന്ത്രി ആക്ഷേപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ സുരേഷ്. ശ്രീ അരുൺ, ഞങ്ങൾ കേരളത്തിൽ 3-ാം സ്ഥാനത്തും കെട്ടിവെച്ച പൈസയൊക്കെ നഷ്ടപ്പെട്ടൊക്കെ പ്രവർത്തിച്ച ആൾക്കാരാണ്. അതിനുവേണ്ടി ഇതൊക്കെ പൈസ ഉണ്ടാക്കാനും അധികാരത്തിൽ പിടിക്കാനും ഒക്കെ ആയിട്ട് വർഗീയ കോമരങ്ങളുമായിട്ടും രാജ്യദ്രോഹികളായിട്ടും ജമായത്തി ഇസ്ലാമിയൊക്കെ ആയിട്ട് മദനിയുടെ കാലിലും ഒക്കെ വീണ് ഇങ്ങനെ എരന്ന് നാറി നക്കി അധികാരത്തിൽ വന്നവരൊന്നുമല്ല. ഞങ്ങൾ അന്തസ്സായിട്ട് സ്വന്തം ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തോൽവിയാണെങ്കിൽ തോൽവി, അതിലൂടെ ഞങ്ങൾ പടിപ്പടിയായി വിജയത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞ് കഴിഞ്ഞ 70 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിൻ്റെ മഹത്വമൊന്നും താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അന്ന് 11,800 വോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ അതിനു മുമ്പ് അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1,200 വോട്ടായിരുന്നു. അതിൽ നിന്ന് അത്രയും കിട്ടിയത് ഞങ്ങൾ വളർച്ച അത്രയും ഉണ്ടായി എന്ന് ആശ്വസിക്കുന്ന ആളാണ്. പിന്നെ അധികാരം ആണ് രാഷ്ട്രീയത്തിലെ പരമമായിട്ടുള്ള സത്യമെന്നൊന്നും വിശ്വസിച്ച് നിങ്ങളെപ്പോലെ അഴിമതിയുടെ അവതാരങ്ങളായിട്ട് മാറാനൊന്നും BJPക്കാരെ കിട്ടില്ല എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഞാൻ അത്രയും പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കുന്നു. ഇവിടുത്തെ വിഷയം ശ്രീ അരുൺ, ഇവിടെ സഖാക്കളെ മുന്നോട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ പിണറായി വിജയനോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോ അല്ല, PV അൻവറാണ്. വിപ്ലവം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് AA റഹീമിനെ ഇന്ന് പഠിപ്പിക്കുന്നത് PV അൻവറാണ്. പാർട്ടി പ്രവർത്തകരുടെ വികാരമെന്ത് എന്ന് കേരളത്തിൽ ഇന്ന് ഉറക്കെ പറയുന്നത് PV അൻവറാണ്. അപ്പോൾ അങ്ങനെയുള്ള PV അൻവറും അതോടൊപ്പം തന്നെ വിപ്ലവ പാർട്ടിയായിട്ട് വന്ന് PR ഏജൻസികളുടെയും കൺസൾട്ടൻസികളുടെയും ആ തടവറയിൽ കിടന്നുകൊണ്ട് മരുമോന്റെയും മോളുടെയും PR ഏജൻസികളുടെയും കൺസൾട്ടൻസികളുടെയും തടവറയിൽ കിടന്ന് വിപ്ലവവും പോയി, വീര്യവും പോയി, ചങ്കൂറ്റവും പോയി, നെഞ്ചുറപ്പും പോയി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അങ്ങേയറ്റം അപഹാസ്യനായിട്ടുള്ള പരാജിതനായ ഭീരുവായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഇന്ന് പിണറായി വിജയൻ എന്ന രീതിയിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തെ നിയന്ത്രിക്കാനോ അദ്ദേഹത്തിന് പാർട്ടി നിർദ്ദേശം നൽകാനോ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി അങ്ങനെയൊന്നും ചെയ്യാറില്ല. അദ്ദേഹത്തിന് അല്ല, പ്രധാനമന്ത്രി എവിടെ കിടക്കുന്നു, മുഖ്യമന്ത്രി എവിടെ കിടക്കുന്നു, അരുണിന് അത് തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ? അത് നമ്മൾ തമ്മിൽ തർക്കിച്ച് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു അവസരത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് കേരളത്തിൽ. ഏത് ചോദ്യത്തിനാ ശ്രീ അരുൺ താങ്കളുടെ റിപ്പോർട്ടർ ചോദിച്ച മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്.
അദ്ദേഹത്തെ അല്ല അങ്ങ് രണ്ടും കൂടെ പറയരുതേ. കൈസനെതിരെ നടപടിയെടുക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞോ? ആരാണ് ഈ സുബ്രഹ്മണ്യം? റിലയൻസ് മുതലാളിയുടെ ജോലിക്കാരനായിട്ടുള്ള സുബ്രഹ്മണ്യം എങ്ങനെ പിണറായി വിജയനോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് ഈ പത്രക്കാരെ കണ്ടു എന്നുള്ളതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? പിണറായി വിജയൻ എന്ന് പറയുന്ന ഭീരുവായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് മലപ്പുറം എന്ന് പറയാൻ പോലും വിറയ്ക്കുകയാണ്. മലപ്പുറം എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് മാറ്റി പറയുകയാണ്. മലപ്പുറം എന്ന് പറയാൻ വിറയ്ക്കുന്ന പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ കാശ്മീർ എന്ന് പറയാൻ വിറയ്ക്കുന്ന പിണറായി വിജയൻ, പാലസ്തീൻ എന്ന് പറയാൻ വിറയ്ക്കുന്ന പിണറായി വിജയൻ, സിറിയ എന്ന് പറയാൻ വിറയ്ക്കുന്ന പിണറായി വിജയൻ, ജമായത്തിനെതിരെ പ്രതികരിക്കാൻ വിറയ്ക്കുന്ന പിണറായി വിജയൻ. പത്രസമ്മേളനം മുഴുവൻ കണ്ടില്ലെന്ന് തോന്നുന്നു സുരേഷ്. അതിൽ പലസ്തീനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും ഒക്കെ മുഖ്യമന്ത്രി വെടിപ്പായി സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല മലപ്പുറത്തെക്കുറിച്ച് ഒരു പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തിട്ടുണ്ട്. മലപ്പുറം മിഥ്യയും യാഥാർത്ഥ്യവും. സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം അഡ്വക്കേറ്റ് സുരേഷ്. അതെ, അതെല്ലാം വായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രവും കൂടെ വായിക്കണം. ഇന്ന് ജമായത്തെ ഇസ്ലാമി ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, 2004-ലും 2006-ലും 2009-ലും 2011-ലും 2014-ലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ ജമായത്തെ ഇസ്ലാമിയുടെ ആഫീസിൽ വന്നിരുന്ന് ചർച്ച നടത്തി ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അതിനുശേഷം ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഞങ്ങളുടെ അടുക്കൽ വന്ന് അവർക്കാണ് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ. ഇതും നിങ്ങൾ കേൾക്കണം. അതോടൊപ്പം അതുപോലെ ഇവിടെ എന്തുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ വികാരമല്ല, ഹിന്ദുവിന്റെ വികാരമല്ല, മലപ്പുറം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ടോ ഈ കേരളത്തിൽ? മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നു എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലേ? ആ ക്രൈം എന്ന് പറഞ്ഞില്ലേ? മലപ്പുറം കണക്കെടുത്ത് നോക്കിയാൽ 4-ാമതാണ്. ഞാൻ തിരുത്തുന്നു ശ്രീ അരുൺ, ഞാൻ തിരുത്തുന്നു. എനിക്ക് തെറ്റുപറ്റി, തിരുത്തുന്നു. പക്ഷെ ഞാൻ പറയുന്ന അനുവദിക്കൂ. ഗോൾഡ് സ്മഗ്ലിംഗ് 147.79 കിലോഗ്രാം ഗോൾഡ് സ്മഗ്ലിംഗ് കേരളത്തിൽ നടന്നപ്പോൾ അതിൽ 124 കിലോഗ്രാം നടന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ്. ഹവാല പണം 122.5 കോടി രൂപയുടെ ഹവാല പണം പിടിച്ചപ്പോൾ അതിൽ 87 കോടി രൂപയും മലപ്പുറം കേന്ദ്രീകരിച്ചാണ്. ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വസ്തുതാപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതാണ് ഹിന്ദു പത്രത്തിൽ വന്നത്. എന്നിട്ട് ഇന്ന് മലപ്പുറം എന്ന് പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു വീരശൂര പരാക്രമിയാണെന്നൊക്കെ സ്വയം അപഹാസ്യനായി വിശ്വാസ്യത ഒരു കണിക പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് അതപ്പതിക്കുന്നത് വർഗീയ കോമരങ്ങളുടെയും രാജ്യദ്രോഹികളുടെയും മാഫിയകളുടെയും മുന്നിൽ മുട്ടുമടക്കുന്ന പിണറായി വിജയനായതുകൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം ഇന്ന് കേരളത്തിനുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും വോട്ട് ചെയ്ത് ഇന്ന് BJP കേരളത്തിലെ 20% വോട്ടുള്ള പാർട്ടിയായും ഒരു MP ഉള്ള പാർട്ടിയാക്കി മാറ്റിയിരിക്കുന്നത്. അല്ലാതെ പൂരം കലക്കിയൊന്നുമല്ല ഞങ്ങൾ വന്നത്. പൂരം കലക്കിയത് നിങ്ങൾ പരസ്പരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത്. നമുക്ക് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. രാജു പി നായർ മറുപടി. ഈ അന്വേഷണ റിപ്പോർട്ട് ആരാ വരേണ്ടത്? ഒരു പെരുങ്കള്ളന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോടെ എടുക്കച്ചിറക്കാവുന്നതല്ല. അത് തന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടൊരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമാണെന്ന് സുരേഷിന് തിരിച്ചറിവുണ്ടായതിൽ വലിയ സന്തോഷം. പക്ഷെ അതിന് സ്വന്തം ഒരു പരാജയം ഞാൻ പറയേണ്ടി വന്നു എന്ന് പറയുന്നത് ശരിയല്ല. മറ്റുള്ളവരുടെ ആ പരാജയത്തെ ഓർക്കുമ്പോഴാണ് ജനാധിപത്യം അവിടെ നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ അഴിമതിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അഴിമതിയും ദേശദ്രോഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ രാജ്യത്ത് ദേശദ്രോഹത്തിന് ചെയ്യാൻ വേണ്ടി അഴിമതി കാണിച്ച് ജയിലിൽ പോയ ഒരേ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ബംഗാരു ലക്ഷ്മണനാണ്. അത് BJPയുടേതായിരുന്നു. അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ റഹീം ഞാൻ പറയാത്ത കാര്യം എടുത്ത് 10 മിനിറ്റ് പ്രസംഗിച്ചു. ഞാൻ പിണറായി വിജയനെ കഴിവുകെട്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് റഹീമിന്റെ ന്യായീകരണം വരുമ്പോൾ അദ്ദേഹം കഴിവുകെട്ടവനാണെന്ന് സ്ഥാപിക്കപ്പെടുന്നു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഈ ക്രിമിനൽ കാര്യങ്ങളിലെല്ലാം പങ്കാളിയായ കുറ്റവാളിയാണ്. ഞാൻ കഴിവുകെട്ടെന്ന് വിളിച്ചില്ല. റഹീമിനുള്ളിൽ ബോധമുണ്ട്.
ഈ 1.5 വർഷം റഹീം RSSന്റെ നേതാക്കന്മാരെ കണ്ടിട്ട് ഒരു വിശദീകരണം പോലും ചോദിക്കാൻ കഴിയാവുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണെന്നും തന്റെ മൂക്കിന്റെ താഴെ ഇതേ ADGP കോടിക്കണക്കിന് രൂപ ഇവിടെ സൗധം പണിയുന്നത് പോലും കാണാൻ കഴിയാഞ്ഞവനാണെന്നും തന്റെ പ്രൈവറ്റ് സെക്രട്ടറി തൊട്ടടുത്ത് മറ്റൊരു സ്ത്രീയുടെ അടുത്ത് രാത്രികാല പാർട്ടി നടത്തുന്നുണ്ടായിരുന്നുള്ളതും തന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പങ്കാളിയായിരുന്നു എന്നുള്ളതും ലൈഫ് ഭവന കേസിൽ പങ്കാളിയായിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറി അമ്മമാരുടെ പാലുകൾ അന്വേഷിച്ച് നടന്നിരുന്നു എന്നുള്ളതും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പിണറായി വിജയൻ കഴിവ് കെട്ടവരാണെന്ന് റഹീമിന് ബോധ്യം ഉണ്ടാവും. ഞാൻ കൃത്യമായി പറഞ്ഞു, റഹീം പോയി ഇത് കഴിയുമ്പോൾ കേൾക്കുക, അദ്ദേഹം കഴിവ് കെട്ടവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കുറ്റവാളിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, റഹീം പറഞ്ഞൊരു കാര്യത്തിൽ ഒരു സംഭവം കൂടി എടുക്കുകയാണ്. RSSനെ സംബന്ധിച്ച് കണ്ടതിനെ സംബന്ധിച്ച് ഇന്റലിജൻസിന് വിവരം കിട്ടിയോ? അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അദ്ദേഹം അവസാനം പറഞ്ഞത് എന്താ, സാധാരണ സംഭവങ്ങളൊന്നും ഇന്റലിജൻസിന്റെ കാര്യമൊന്നും മുഖ്യമന്ത്രി അറിയേണ്ട കാര്യമില്ല. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന, വർഗീയത വളർത്തുന്ന, തീവ്രവാദ സ്വഭാവത്തോട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പദവി നൽകരുത് എന്ന് വാദിക്കുന്ന ദത്താത്രേയ ഹൊസാബലയെ 1 മണിക്കൂർ തന്റെ ഔദ്യോഗിക വാഹനം മറ്റൊരിടത്തിട്ടിട്ട് ഒരു RSS നേതാവിന്റെ കൂടെ പോയി സംസാരിച്ചതും 10 ദിവസത്തിനുള്ളിൽ ഇതേ നിലപാടുള്ള RSSന്റെ മറ്റൊരു നേതാവിനെ കോവളത്ത് ഹോട്ടലിൽ പോയി കണ്ടതും ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ട് അത് മുഖ്യമന്ത്രി കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലേ ജനങ്ങൾക്ക്? ഇത് സാധാരണ സംഭവം. RSSനെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ഞാൻ പ്രകാശ് ജാവ്ദേക്കർ എത്ര പ്രാവശ്യം കണ്ടു എന്നല്ലേ ചോദിച്ചത്? EP ജയരാജന്റെ കേസിൽ ഞാൻ എത്ര പ്രാവശ്യം കണ്ടു? ഇതാണോ പുതുമ? RSSന്റെയും CPMന്റെയും ഒരേ കേന്ദ്രമായി മാറിയിരിക്കുന്നു. CPMന്റെ നേതാവല്ല പിണറായി വിജയൻ, RSSന്റെ കേരളത്തിലെ സർസംഘചാലക്കാണ്. ശ്രീ സുരേഷ്, നിങ്ങളൊന്നും അദ്ദേഹത്തെ വിമർശിക്കരുത്. അങ്ങയുടെ നേതാവാണ്. ദയവേത് നിങ്ങളുടെ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട അപ്രഖ്യാപിത BJP മുഖ്യമന്ത്രിയാണ്, അങ്ങയുടെ നേതാവാണ്. നിങ്ങളത് അംഗീകരിക്കണം. നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ നോക്കണം. രാജു, എനിക്ക് 2 മിനിറ്റ് സമയം റഹീമിന് കൂടി മറുപടി കൊടുക്കാൻ. നിങ്ങൾ 200 MP-മാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ 200 പേരെ തന്നു. അതുപോലെ CPM ഇന്ന് നാളെ കുറെ ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടും. ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ശരി സുരേഷ്, ഒരു നിമിഷം. റഹീം മറുപടി. രാജു അവസാനിച്ചുവെങ്കിൽ റഹീമിന് മറുപടി പറയാനുള്ള അവസരം. ഒരു പാർട്ടി മുഴുവൻ കൊണ്ട് കൊടുത്തില്ലേ? രാജു പിന്നെ കേരളത്തിൽ കഴിഞ്ഞ തവണ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വോട്ടുകൾ പോയി എന്നല്ലേ പറഞ്ഞത്? ഇല്ലേ? ഞങ്ങൾ 1-2 നേതാക്കന്മാര് സോഡ കുടിക്കാൻ മേടിച്ചു കൊടുക്കാൻ കൂടെ ആളില്ലാതെ പോയതാണോ? അതാണോ നിങ്ങൾ പറഞ്ഞെന്താ? ഞങ്ങളുടെ അടിത്തറയിൽ നിന്ന്, ഞങ്ങളുടെ വർഗ സംഘടനയിൽ നിന്ന് വോട്ടുകൾ ചോർന്നു. എങ്ങോട്ട്? BJPയിലേക്ക്. ശരി രാജു പി നായർ, റഹീമിന്റെ അവസരം. റഹീം. അതായത് ശ്രീ സുരേഷ് ആദ്യം പറഞ്ഞു ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന്. ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. കാശ്മീരിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി BJPയുടെ നിലപാടെന്താണ്? പോട്ടെ, ഇതിന് വളരെ കാലങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ PDPയുമായി സഖ്യം ചേർന്നവരാണവർ. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയും ജമാഅത്തെ ഇസ്ലാമിയും അവിടെ പരസ്പര ബന്ധിതമായി നിൽക്കുന്നു. പോട്ടെ, ഇതേ RSSന്റെ നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയില്ലേ? അടച്ചിട്ട മുറിയിൽ. സുരേഷ് ഇവിടെ നിന്നിരുന്ന് വർത്തമാനം പറയാണ്. ഇതേ സമയം എത്രയോ അടച്ചിട്ട മുറികളിൽ നിങ്ങളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ടാകും. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി ചർച്ച ചെയ്തയാളെ സുരേഷ് ഇങ്ങനെയാണെങ്കിൽ ഈ ഭാഷയിൽ എന്തെന്ന് വിളിക്കും? പറയാമോ ഒന്ന് സുരേഷിനെന്ന്? അതാണ് ഒന്ന്. 2, പിന്നെ ഇവിടെ സുരേഷ് പറഞ്ഞു ഞങ്ങളുടെ കേരളത്തിൽ രാഷ്ട്രീയമായി BJP വളർന്നിരിക്കുന്നു. നിങ്ങൾക്ക് തൃശ്ശൂരിൽ വോട്ട് കിട്ടി. 18,000-ലധികം വോട്ടാണ്, 78,000-ലധികം വോട്ടാണ് ഇദ്ദേഹത്തിന് കുറഞ്ഞത്, കോൺഗ്രസിന് അവിടെ കുറഞ്ഞത്. ശ്രീ മുരളീധരൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ബെല്ലും ബ്രേക്കുമില്ലാത്തൊരു കാറ് കയറ്റി എന്നെ അങ്ങോട്ടേക്ക് വിടുകയായിരുന്നു എന്നാണ്. അങ്ങനെ വിട്ട് കോൺഗ്രസ് ആകെ കുളം തോണ്ടി നിങ്ങൾക്ക് കിട്ടിയ വോട്ടാണ്. ഞങ്ങളുടെ വോട്ട് ഇവിടെ ചെറുതായിട്ടാണെങ്കിലും വർദ്ധിച്ചിട്ടാണുള്ളത്. ഇതാണ് ചരിത്രം. പോട്ടെ, ഇതിന് തൊട്ടുമുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, തൃക്കാക്കര ബൈ ഇലക്ഷൻ. ആ തൃക്കാക്കര ബൈ ഇലക്ഷനിൽ നിങ്ങളുടെ മുൻനിര നേതാവ് AN രാധാകൃഷ്ണന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. ആ തൃക്കാക്കരയും കേരളത്തിലാണ്. കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. നോട്ടയ്ക്ക് പിറകിൽ പോയേനെ. മനസ്സിലായില്ലേ? ഇതല്ലേ അവസ്ഥ. അതുകൊണ്ട് കേരളത്തിലാകെ BJP വളർന്നിരിക്കുന്നു എന്നൊന്നും പറയാൻ നിൽക്കണ്ട, അങ്ങനെയൊന്നും പറയണ്ട.
ചിലയിടത്ത് ചിലരുടെ പ്രഭാവവും ചിലരുടെ വ്യക്തിപരമായ സവിശേഷതകളെല്ലാം വെച്ച് ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. അത് സ്ഥായിയായ ഒരു BJPയുടെ വളർച്ചയായി സുരേഷ് കണ്ട. അതാണ് ചരിത്രം. 2, ശ്രീ രാജു പി നായരെ രാജു പി നായർ പറഞ്ഞതിന് ആ ഭാഷയിൽ മറുപടി പറയണോ വേണ്ടത് ഞാൻ 2 ദിവസം ഇരുന്ന് ആലോചിച്ചു. അതിനൊരു ഞാനത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ, നിങ്ങൾ പറഞ്ഞ അതേ ടോണിൽ ഞാൻ പറഞ്ഞാൽ മരിച്ചുപോയ ശ്രീ ഉമ്മൻചാണ്ടിയോട് ഞാൻ കുറച്ച് അനാദരവോടെ സംസാരിക്കേണ്ടി വരും. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങ് പറഞ്ഞല്ലോ സ്വന്തം ഓഫീസിൽ എന്താണ് നടന്നതെന്ന്. വീട്ടിൽ നടന്നത് അറിഞ്ഞിട്ടല്ലേ പിന്നെ ഓഫീസിലൊക്കെ അറിയാം. ഞാൻ ഇത്ര പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് രാജു പി നായർ. പറഞ്ഞാൽ ഒന്ന് MP എന്ന നിലയിലും ഞാൻ താഴ്ന്നു പോകാൻ ശരിയായില്ല. ഞാൻ പറയുന്നത് ശരിയല്ല. എനിക്ക് ഞാൻ അങ്ങോട്ടൊന്ന് പറയാം. അരുണേ എന്റെ അവസരമാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ ഒരു കോടതി റഹീമിനെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടല്ലോ. എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എന്ന വിവരം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ചോ ഇപ്പോഴും ആളുകളെ കുറിച്ചോ നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകേണ്ടതില്ല. അങ്ങേക്ക് രാജു പി നായർ താങ്കൾക്ക് മറുപടി നൽകാം. ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ മുഖ്യമന്ത്രി കുറ്റവാളിയാണ്, ഈ തൃശ്ശൂർ പൂരം കലക്കലിൽ കുറ്റവാളിയാണ് എന്നാണ് രാജു പി നായർ സമർത്ഥിച്ചത്. അത് താങ്കൾക്ക് ഖണ്ഡിക്കാം. ശരി രാജു പി നായർ റഹീം അത് വിട്ടു. സംസ്കാരമല്ല എനിക്ക് എന്നതുകൊണ്ട് ഞാൻ പറയട്ടെ അങ്ങ് കേൾക്ക്. അല്ല അങ്ങ് കേൾക്ക്. അങ്ങ് ബഹളം വെക്കാതിരിക്കും. കള്ളത്തരം കാണിച്ച് രാജുവിനോട് നിർത്താൻ പറയാ, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യ്. രാജുവിനോട് നിർത്താൻ പറയാ, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യ്. ഞാൻ പറയാം. അതായത് കേരളത്തിലെ നിയമസഭയിൽ ഉപയോഗിച്ച അശ്ലീല വാക്ക് അദ്ദേഹം പിൻവലിച്ചു. അതാർത്ഥത്തിലല്ല റഹീം ഉപയോഗിച്ചതെന്ന് റഹീം പിൻവലിച്ചു. അതവിടെ തീർന്നു. അതവിടെ വിട്ടേക്കൂ. രാഷ്ട്രീയ വിഷയത്തിനുള്ള മറുപടി കേൾക്കൂ. അരുൺ കേട്ടു നോക്ക്. ഇതിനു മുമ്പ് ഞാൻ കേട്ടു. അദ്ദേഹം അപ്പോൾ തന്നെ തിരുത്തി. ഇടപെടും മുൻപ് തന്നെ അദ്ദേഹം തിരുത്തി. ഞാനത് കേട്ടു. രാജു പി നായർ ഒരു നിമിഷം അങ്ങ് വഴങ്ങൂ. രാജു പി നായർ റഹീം മറുപടി. കേരളത്തിന്റെ നിയമസഭ കേരളത്തിന്റെ നിയമസഭ ചെയ്ത അശ്ലീലം മനസ്സിലായില്ലേ? ശരി രാജു അങ്ങ് വഴങ്ങണം. എനിക്ക് 1 മിനിറ്റ് സമയം രാജു അങ്ങ് മടിയിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് താഴേക്ക് പോകേണ്ടതില്ല. റഹീം നിങ്ങൾ ഏറ്റവും മികച്ച സംവാദകരാണ്. രാജു പി നായർ ഒരു നിമിഷം അങ്ങ് വഴങ്ങണം. രാജു പി നായർ ഉന്നയിച്ച വിഷയത്തിനുള്ള രാഷ്ട്രീയ മറുപടി റഹീം നൽകട്ടെ. റഹീമിന് പറയാം. രാജു അതെനിക്ക് മനസ്സിലായി. രാജു റഹീം പറഞ്ഞത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പ്രതികരിച്ചതും. രാജു ഒന്ന് വഴങ്ങണം. റഹീം ഞാൻ പറയട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാജു പറഞ്ഞ ഭാഷയിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ രാജു അനാവശ്യമായ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. രാജു പറഞ്ഞ കാര്യത്തിന് രാഷ്ട്രീയമായി ഞാൻ പറഞ്ഞ നല്ല ഭാഷയിലെ മറുപടിയിൽ എൻ്റെ വായിൽ നിന്ന് ഇടയ്ക്ക് നിങ്ങളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ പിന്നെ അതുപോലും ഞാനങ്ങ് മാറ്റി പിടിച്ചു. അപ്പോൾ പുള്ളി വീണ്ടും പറയാണ്, അങ്ങനെയിട്ട് വാക്യത്തിട്ട് കുത്തിത്തരരുത്, ഞാൻ നല്ലതൊക്കെ വിളിച്ച് പറയും. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചൊക്കെ പറയാം. ജീവിച്ചിരിക്കുന്നു, പ്രശ്നമില്ലല്ലോ. പറയട്ടെ, വെയിറ്റ് ചെയ്യുന്നേ. അങ്ങ് വെയിറ്റ് ചെയ്യേ, അങ്ങ് നിർത്തന്നേ, അങ്ങ് നിർത്ത്. ഇനി അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം മറുപടി പറയൂ. AK ആന്റണി ഇദ്ദേഹം പറയാണ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഇവിടെ പോലീസിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. AK ആന്റണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നത് എന്താണെന്ന് അറിയാൻ പറ്റിയില്ല. സ്വന്തം മോനെ ഇവിടെ പറയുന്നത് എന്താണ്? ADGPയെ RSSന്റെ അടുത്ത് പറഞ്ഞു വിട്ടു അല്ലേ? ആര്? പിണറായി വിജയൻ. ഞങ്ങൾക്ക് ആ പണിയില്ല. സ്വന്തം മകനെ BJPയിലേക്ക് വിട്ട ആളല്ലേ AK ആന്റണി. AK ആന്റണിയുടെ ഭാര്യ പറഞ്ഞെന്താ?
എ കെ ആന്റണിയുടെ ഭാര്യ പറഞ്ഞെന്താ? നാലായിട്ട് മടക്കി അവിടെ എന്റെ പറഞ്ഞു മകന് ഞങ്ങൾ. BJP-യിൽ അവിടെ നാലായിട്ട് മടക്കി ഞങ്ങൾ ഒരുപാട് പറഞ്ഞു. അവിടെ opportunity CPI കിട്ടി. ജയിച്ചത്. ഒരുപാട് അവിടെ CPI opportunity കോൺഗ്രസ് കിട്ടി. ശരി, ശരി. ജയിച്ചത്. നമ്മളെവിടേക്കോ കോൺഗ്രസ് പോകുന്നു. ജയിച്ചത്. നമ്മളെവിടേക്കോ പോകുന്നു. നമ്മളുടെ വിഷയം യഥാർത്ഥത്തിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അൻവർ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നതായിരുന്നു ചോദ്യം. റഹീം 30 സെക്കൻഡ്സിൽ. ആന്റണിയുടെ മകനാണ്, ശരി എ കെ ആന്റണിയുടെ ഭാര്യയാണ് പറഞ്ഞത്. ശരി ശരി എ കെ ആന്റണിയുടെ ഭാര്യയാണ് പറഞ്ഞത്. റഹീം ഞാൻ ഈ ആ ചർച്ചയിൽ പാരമ്പര്യമുള്ള കോൺഗ്രസ്സാണ് ഞങ്ങളുടെ മേൽ ക്ലാസ് എടുക്കാൻ വരുന്നത്. ശരി 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 ഈ ചർച്ചയിൽ അതാണ് ഞങ്ങളുടെ അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. കേട്ടോ? തൃശൂർ പൂരം കലക്കിയതിൽ സംഘപരിവാർ ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP മാറ്റാത്തത് എന്തുകൊണ്ടെന്ന അവസാനത്തെ ചോദ്യം റഹീമിനോട് ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. റഹീം അതൊന്നും ഇങ്ങോട്ടും വേണ്ട. മാന്യമായിട്ട് ശരി 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 റഹീം എന്റെ ചോദ്യം അങ്ങ് കേട്ടുവെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ തുടർന്നുകൊണ്ട് വീണ്ടും ഈ തൃശൂർ പൂരത്തെ അന്വേഷിക്കാനുള്ള തീരുമാനം നീതിയുക്തമായിരിക്കുമോ? 30 സെക്കൻഡ്സ് റഹീം. പുലപ്യം പറയാൻ വീണ്ടും സമയം, രാഷ്ട്രീയം പറയാൻ ഒരു നിമിഷം രാജു പിന്നെ നിർത്തു. ചോദ്യം മാറി. രാജു ഒരു നിമിഷം. റഹീം എന്റെ ചോദ്യം. ത്രിതല ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ച ത്രിതല അന്വേഷണത്തിൽ ADGP അജിത് കുമാറിന് ഒരു റോളുമില്ല. അതിൽ ഒരു ചുമതല ബഹുമാനപ്പെട്ട DGP-ക്കാണ്. ഒരെണ്ണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ മനോജ് അബ്രഹാമിനാണ്, ഇന്റലിജൻസ് ADGP-ക്കാണ്. വേറൊന്ന് മറ്റേതൊരു ഉദ്യോഗസ്ഥനാണ്. ക്രൈംബ്രാഞ്ച് ADGP-ക്കാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മഹിപാൽ യാദവ് അല്ലേ, ക്രൈംബ്രാഞ്ച് ADGP-ക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 3 ഉദ്യോഗസ്ഥരും ADGP അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ ബന്ധപ്പെടാനോ കഴിയുന്നയാളല്ല എന്ന് കുറേ നാളുകളായി പോലീസ് തലപ്പത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളിൽ വ്യക്തമാണ്. അപ്പോൾ DGP-യാണ് അതെല്ലാം സ്വതന്ത്രമായി നടത്തുന്ന അന്വേഷണമാണ്. സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ. സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രം സമയം പരമാവധി നൽകിയെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ A. റഹീം, അഡ്വക്കേറ്റ് A. സുരേഷ്, ഒപ്പം രാജു പി നായർ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.